ഇതുവരെയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹപ്രദമായി തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിലെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ ഇതോളം കർത്താവ് അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇതുവരെ നല്ല വർഷിപ്പൊക്കെ ചെയ്യുവാനും പിന്നെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും നിന്റെ മക്കളെയൊക്കെ ഒരുക്കിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇതുവരെയും കൂടെ ഇരുന്നല്ലോ. കർത്താവ് നമ്മെ ഓരോ ദിവസവും മാനിക്കുന്ന വിധങ്ങൾക്കായി നന്ദി പറയാം. തടസ്സം കൂടാതെ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് നടത്തുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം. കണ്ണിൽ നിന്നും കാലിന്റെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തുനിന്നും വിടുവിച്ച് ഒരു ദിവസം കൂടെ കാണുവാൻ ആയുസ്സും ആരോഗ്യം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ. നാളുകൾക്ക് മുമ്പ് ഞാൻ പല മീറ്റിങ്ങുകളിലും ഈ സൂമിൽ വന്ന് ഞാൻ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്നും ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ബീനെ അജയ്സിന് നന്ദി അറിയിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബമായി തന്നെ അവരുടേതായ പ്രവർത്തനങ്ങൾ അധികമായി മാനിക്കട്ടെ. നമുക്ക് ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്ന് ദൈവകരങ്ങൾ ഇത് ആത്മാവിന്റെ ശക്തിയോടുകൂടി പുതുക്കത്തോടുകൂടി ദൈവത്തിന്റെ വചനം കർത്താവ് ശക്തിയോട് അറിയിപ്പാൻ കർത്താവിടെയാക്കനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന്റെ ഹിതം എന്താണ്, ദൈവത്തിന്റെ ആലോചന എന്താണ്, അത് പ്രകാരം മാത്രം പറയുവാൻ, ദൈവം പറയുന്ന വാക്കുകൾ മാത്രം ഉച്ചരിക്കുവാൻ കർത്താവ് സഹായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് കടന്നു വന്നത്. ഞങ്ങളുടെ സൂമിലും ഹല്ലേലൂയ 5 മണി മുതൽ 6 മണി വരെ പ്രഭാത പ്രാർത്ഥന നടക്കാറുണ്ടെങ്കിലും ഇത് 4:50 ഞാൻ ക്രമീകരിച്ചു. 4:50 ക്രമീകരിച്ചിട്ട് സ്തോത്രം. ഹല്ലേലൂയ 5:50 വരെ നടത്തിയിട്ടാണ് ഞാൻ വരുവാനിടയായി തീർന്നത്. സ്തോത്രം. ഞാൻ അത് പെട്ടെന്ന് നിർത്തിയിട്ട് ഹല്ലേലൂയ ഞാൻ വരുവാനിടയായി. ഞാൻ കർത്താവ് സിസ്റ്റർ വിളിക്കുമ്പോൾ എനിക്ക് മോർണിംഗ് മെസ്സേജ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഈവനിങ് മെസ്സേജ് മിക്ക സമയം എനിക്ക് പറ്റത്തില്ല. എല്ലാ ദിവസവും 7 മുതൽ നൈറ്റ് പറയുന്ന മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് ഏകദേശം മീറ്റിങ്ങളിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷെ മോർണിംഗ് പ്രെയർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുടക്കം കൂടാതെ വരുവാൻ കഴിയുന്നത്. സിസ്റ്റർ പ്രത്യേകിച്ച് മോർണിംഗ് പ്രെയറിനെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ച ആ വിധങ്ങൾക്കായി സ്തോത്രം. നമുക്ക് ദൈവകരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ മുഖമറിയെന്ന് പറഞ്ഞ സമയം മുന്നോട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ചിന്തയ്ക്കാദ്യമായി എടുത്ത വേദഭാഗം യെഹെസ്കേലിന്റെ പുസ്തകം 36 അധ്യായം 25 26. യെഹെസ്കേലിന്റെ പുസ്തകം 36 അധ്യായം 25 26. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകിച്ച് വചനത്തെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് കർത്താവ് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച് നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് ഇതിന്റെ മക്കളെ കർത്താവെ വചനത്തിലൂടെ കർത്താവെ അങ്ങ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ പുതിയതായ ഒരു അനുഭവത്തിൽ കർത്താവെ അതേ ഒരു പുതുക്കത്തിന്റെ അവസ്ഥയിൽ വചനപ്രകാരം മുന്നോട്ട് പോയി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. വചനം കേൾക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവെ അപ്പൊ അങ്ങ് ഇടപെട്ട് കർത്താവ് വലിയ ഒരു വിടുതലയക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ശാരീരമായ ക്ഷേത്രത്തിൽ ആരെങ്കിലും ഭാരപ്പെട്ട് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ വിടുതൽ സൗഖ്യം പ്രാപിച്ചതായി മടങ്ങിപ്പോകും. എന്റെ കർത്താവ് സഹായിക്കണമേ. കർത്താവെ ഏതൊക്കെ വിഷയം ഭാരപ്പെട്ട് കർത്താവ് ഏതൊക്കെ ഞെരുക്കത്തിന് മധ്യ കടന്നു വന്നോ കർത്താവെ അവരുടെ മധ്യത്തിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ ദൈവം സഹായിക്കാനായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വചനത്തെ അങ്ങനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്ക് ബലപ്പെടുത്തണം. വചനം പറയുവാൻ അങ്ങ് അധികാരപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും കർത്താവിന്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾക്ക് നല്ല പിതാവേ ആമേൻ. സ്തോത്രം. നമ്മൾ വായിച്ചു കേട്ട വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ്. സ്തോത്രം. ഇവിടെ യഹോവയുടെ അരുളപ്പാട് അതിന്റെ 16 യെഹെസ്കേലിന്റെ പുസ്തകം 36:16 പറയുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നെന്നാൽ, അതായത് യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേലിന് ഉണ്ടായിരുന്നെന്നാൽ. സ്തോത്രം. അതായത് ഹല്ലേലൂയ യെഹെസ്കേലിനോട് പറയുന്നു ഈ ജനത്തോട് നീ ഇങ്ങനെ പറയണം. അതായത് അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെയുള്ള ജനം എങ്ങനെയുള്ളവരായിരുന്നു. സ്തോത്രം. ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. സ്തോത്രം. ദൈവത്തെ അറിയാത്തവരായിരുന്നു. മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, അശുദ്ധരായി ജീവിക്കുന്നവർ, വചനം അറിഞ്ഞിട്ടും വചനപ്രകാരം ജീവിപ്പാതെ ദൂതുകൾ കേട്ടിട്ട് ദൂതുപ്രകാരം മടങ്ങി വരുവാൻ കഴിയാതെ ജനം നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഹല്ലേലൂയ. അവിടെ യഹോവ പറയുന്നുണ്ട്, യെഹെസ്കേലിനോട് പറയുന്നുണ്ട് ഈ വചനം നീ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. അവർ ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നു, അവർ ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ അവർ പുതിയൊരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് ഹല്ലേലൂയ അവിടെ യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 21 വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അതുകൊണ്ട് 22 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോവയുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നോക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായ വലിയ പ്രവാചകനാണ് യെഹെസ്കേൽ. യെഹെസ്കേലിനോട് പറയുന്നു, അതേ ഇസ്രായേൽ ഗൃഹമേ ഹല്ലേലൂയ
ഇസ്രായേൽ ഗ്രഹത്തോട് നീ പറയേണ്ട ആലോചന ഇന്നതാണ് സ്തോത്രം എന്ന് യഹോവ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇസ്രായേൽ ഘടകമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധരായിരിക്കുന്ന എന്റെ വിശുദ്ധ നാമ നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ജാതികൾ, ഹല്ലേലൂയ സ്തോത്രം, തിങ്ങിപ്പാർക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ജാതികൾ, ഹല്ലേലൂയ, വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. അശുദ്ധരായി ജീവിക്കുന്ന ഒരു കാലഘട്ടം. വിശുദ്ധിയില്ലാതെ, വേർപാടില്ലാതെ, ദൈവകൃപയില്ലാതെ, സ്തോത്രം, പലപ്പോഴും ദുർനടപ്പ് മുഖാന്തരം ജീവിക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്താണ് ഹല്ലേലൂയ അള്ളപ്പാട് യെഹെസ്കേലിനോട് പറഞ്ഞത്, അവർ വിശുദ്ധിയിലേക്ക് കടന്നു വരണം. സ്തോത്രം. അവർ വേർപാടിലേക്ക് കടന്നു വരണം. ഒരു പുതിയ ഹൃദയത്തോട് കടന്നു വരണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ യെഹെസ്കേലിനോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നത്. സ്തോത്രം. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരു തീരുമാനം എടുത്തിട്ട് പല തീരുമാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഒരു തീരുമാനം എടുക്കും, അടുത്ത ദിവസം ഞാൻ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ കരയെ ഉപവസിക്കാം, നിലവിളിക്കാമെന്ന് തീരുമാനമെടുക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ തീരുമാനം തെറ്റിച്ചു പോകാറുണ്ട്. സ്തോത്രം. ദൈവസ്ഥലിൽ പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് നിവൃത്തീകരിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. അയ്യോ, അല്ലെങ്കിൽ നാളെ ഞാൻ ഉപവസിച്ച് കരഞ്ഞ് മുട്ടുമേൽ നിന്ന് ഹല്ലേലൂയ എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ വിഷയത്തിന് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പലപ്പോഴും നാം തീരുമാനം എടുക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മൾ പലപ്പോഴും അത് തീരുമാനം തെറ്റിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ചില വ്യക്തികൾ അങ്ങനെയല്ല. അവർ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ, തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകൾ കടന്നു വന്നാലും ശരി, അവരെടുത്തതായ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഉപവസിക്കുമ്പോഴും കരയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മുട്ടുമടക്കുമ്പോഴുമാണ് നമുക്കൊരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും ഉപവാസമില്ല എങ്കിൽ, പ്രാർത്ഥനയില്ലെങ്കിൽ, നിലവിളിയില്ലെങ്കിൽ, ദൈവമായ ഒരു കൂട്ടായ്മയും അഭേദ്യമായ ഒരു ബന്ധമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കം കാണുവാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നതായിരിക്കും. അറിയാതെ തെറ്റിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകും. എന്നാൽ ഇടയ്ക്കിടെയായ ജീവിതത്തിൽ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും മുഴങ്ങുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവസ്ഥലിൽ കരയുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം, ഹല്ലേലൂയ, ആത്മാവോട് ഇടപെട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, എപ്രകാരം മുന്നോട്ട് പോകണം, സ്തോത്രം, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനമനുസരിച്ച് എങ്ങനെയാണ് കടന്നു പോകേണ്ടത് എന്നുള്ള ആലോചന നമുക്ക് വെളിപ്പെടുത്തി നേരായ പാതയിൽ നമ്മെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങളുടെ പാതയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, ഹല്ലേലൂയ, വഴി ഇതാകുന്നു പറഞ്ഞ് നേരായ പാതയിൽ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നതിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു പുതിയൊരു ഹൃദയം തരാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 25-ൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും. സ്തോത്രം. നിങ്ങൾ നിർമ്മലരായി തീരുന്നു പറഞ്ഞ എന്താണ്? കഴിഞ്ഞ കാലങ്ങൾ പാവത്തെ അടുവപ്പെട്ടായിരുന്നു ജീവിച്ച മണ്ഡലമായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും. സ്തോത്രം. നിർമ്മലജലം തളിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ നിർമ്മലരായി തീരും, നിങ്ങൾ വിശുദ്ധരായി തീരും. സ്തോത്രം. നിങ്ങളുടെ പാവക്കറകൾ അവിടെ പൂർണ്ണമായി വഴിയുവാനിടയായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നിർമ്മലീകരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ നിർമ്മലീകരിക്കുമ്പോൾ എന്തുണ്ടാകും? സ്തോത്രം. അവരുടെ ജീവിതത്തിലെ പാവത്തിന്റെ കെട്ടുകൾ അടിഞ്ഞു മാറും. വിഗ്രഹങ്ങളെ സേവിച്ചവർ വിഗ്രഹങ്ങളെ നീക്കിയിട്ട് ദൈവം നിർമ്മലീകരിച്ച് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കും. അതിനുശേഷം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഹൃദയം തരും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് മനസ്സിലായി കാണും, ഒരു പുതുക്കത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം അല്പം നിങ്ങളോട് പറയുന്നത്. ഒരു പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, അത് ഞാൻ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. പുതിയൊരു ഹൃദയത്തെ ഞാൻ തരും. സ്തോത്രം. അത് മാത്രമല്ല, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം പുതിയൊരു ഹൃദയം കൊടുക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? അതെ, നമ്മുടെ ഹൃദയം കല്ലുപോലത്തെ ഹൃദയമാണ്. സ്തോത്രം. നമുക്ക് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ല, താഴെപ്പെടുവാൻ മനസ്സില്ല. ഹല്ലേലൂയ. ദൈവനികൾ നടക്കുവാൻ മനസ്സില്ല. അയ്യോ, ഞാൻ എന്ന ഭാവം നടിച്ച് ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, പലപ്പോഴും അതേ പരീക്ഷനെ പോലെ നമ്മൾ പിന്നെ വലിയൊരു വ്യക്തിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാനാണ് പ്രാർത്ഥിക്കുന്നവൻ, ഞാനാണ് ആരാധിക്കുന്നവൻ, ഞാനാണ് പാട്ട് പാടുന്നവൻ. ഞാൻ ഇല്ലെങ്കിൽ പറ്റത്തില്ല, സഭ ഒളിഞ്ഞു പോകും. സ്തോത്രം. ഞാൻ ഇല്ലെങ്കിൽ, ഞാൻ ആരെന്നില്ലെങ്കിൽ ആ സഭയിൽ ഒന്നും നടക്കത്തില്ല. സ്തോത്രം. ഞാനില്ലെങ്കിൽ സഭയിൽ പണികൾ നടക്കത്തില്ല എന്നുള്ള ഞാനെന്ന ഭാവം കാണിച്ച് നടക്കുന്ന ജീവിതങ്ങൾ. സ്തോത്രം. ആ ഹൃദയത്തെ ഒന്ന് മാറ്റണം. സ്തോത്രം. നമ്മുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെപ്പെട്ടുള്ള ഹൃദയത്തിന് വേണ്ടി നമ്മൾ ദൈവത്തിൽ നിൽക്കണം. സ്തോത്രം. ദൈവം താഴ്മയുള്ളവനാണ്, സൗമ്യതയുള്ളവനാണ്. സ്തോത്രം. അതുകൊണ്ട് അവർ മാതൃക പിൻപറ്റി നമ്മൾ എന്ത് ചെയ്യണം? അതേ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി മടക്കിക്കൊണ്ടുവരുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. പണ്ടേയുള്ള ഹൃദയവും ജീവനും പണ്ടേയുള്ള ഹൃദയവും വെച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ആ കല്ലായുള്ള ഹൃദയത്തെ വെച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. സ്തോത്രം. ഒന്ന് ഉരുകുവാൻ നീ തയ്യാറായാൽ, സ്തോത്രം, ഒന്ന് ഹൃദയത്തെ ഒന്ന് മാംസമാക്കി ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി അത് ഉരുക്കി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ സൂമിന്റേതായ ജീവനിൽ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിലും ചില വിടുതൽ നടക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നീ ഒന്നുകൂടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ, നീ ഒന്നുകൂടെ, ഹല്ലേലൂയ, സ്തോത്രം, നിർമ്മലീകരിച്ച്, ഹല്ലേലൂയ, നിർമ്മലജലം തളിച്ച് രൂപാന്തരപ്പെട്ട് മടങ്ങി വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലുള്ള പഴയ സ്വഭാവത്തെ മാറ്റി, പഴയ ഹൃദയത്തെ മാറ്റി, സ്തോത്രം, ഹല്ലേലൂയ, പണ്ടുള്ളതായ വേദനിപ്പിക്കുന്ന ഹൃദയത്തെ മാറ്റി, പ്രാർത്ഥിക്കാത്ത ഹൃദയത്തെ മാറ്റി, ഹല്ലേലൂയ, മടങ്ങി വരുവാൻ കഴിയും.
അറിയാത്ത ഹൃദയത്തെ മാറ്റി സ്തോത്ര. ഓ ദൈവത്തെ സ്തോത്രം. അനേകർക്ക് വേണ്ടി കരയുന്ന ഒരു ഹൃദയമാക്കി സ്തോത്രം. അനേകർക്ക് മുമ്പിൽ കർത്താവ് അനേകർക്ക് വേണ്ടി തളരുവാൻ നിൽക്കുന്ന ഒരു ഹൃദയമാക്കി നീ ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് അനുഭവിക്കുന്ന ശോധന മധ്യേ നിൽപ്പാനുള്ള മുഖാന്തരത്തെ ഒരുക്കി തരും സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നിന്റെ കഷ്ടത മാറാത്തത് ഹല്ലേലൂയ, നിന്റെ പണ്ടുള്ള ഭാവവും നിലച്ച് പണ്ടുള്ള പാരമ്പര്യവും ഉന്നയിച്ചു ഹല്ലേലൂയ ആയിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് മുന്നോട്ട് വരുവാൻ കഴിയാത്തത് സ്തോത്രം. ജഡിക ഹൃദയം, അതായത് ജഡിക സ്വഭാവം, പലപ്പോഴും പ്രാകൃത സ്വഭാവം സ്തോത്രം, അവിടെ അങ്ങനത്തതായ ജീവിതത്തിലുള്ള സ്വഭാവം വച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. നോക്കണമേ, പത്രോസിനെ ഒന്ന് ചിന്തിക്കാമെങ്കിൽ ജീവിതത്തിൽ ഹല്ലേലൂയ പിടിവാശി ഉണ്ടായിരുന്നു, ജ്ഞാനത ഭാവം ഉണ്ടായിരുന്നു സ്തോത്രം. വിട്ടുകൊടുക്കുവാൻ മനസ്സില്ല സ്തോത്രം. അവന് എപ്പോഴും തന്നെ പഴയ സ്വഭാവമാ സ്തോത്രം. വലിയ വാശിക്കാരനാണ് സ്തോത്രം. അവന്റെ ജീവിതത്തിൽ അവന്റെ പാരമ്പര്യത്തെ വിട്ടകലുവാൻ കഴിയുന്നില്ല. പലപ്പോഴും പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ട് നടക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു സ്തോത്രം? നോക്കണമേ, വലയിറക്കിയിട്ട് ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവന്റെ പഴയ സ്വഭാവത്തെ മാറ്റിയപ്പോൾ ഒരു പുതുക്കത്തിന്റെ അവസ്ഥ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ സ്തോത്രം, ദൈവം പറയുന്ന വാക്ക് കേട്ട് അനുസരണയോട് ഹല്ലേലൂയ നിൽക്കുവാൻ തയ്യാറായപ്പോൾ, ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു പുതിയ മാനസാന്തര ജീവിതത്തിന്റെ ഉടമയായി തീരുവാൻ തയ്യാറായപ്പോൾ, വലയിറക്കിയപ്പോൾ ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടാട് വലയിലേക്ക് കയറുവാനിടയായി തീർന്നു. അവന്റെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം കൊടുത്തു. കഴിഞ്ഞ കാലഘട്ടത്തിലായ അനുഭവത്തെ മാറ്റി, കഴിഞ്ഞ കാലത്തിൽ ഉള്ളതായ ശൂന്യതകളെ മാറ്റി, ഓട്ടസഞ്ചിയുടെ അവസ്ഥകളെ മാറ്റി ദൈവം അവരുടേതായ ഹല്ലേലൂയ അവന്റെ വിഷയത്തിൽ മേലാകമാനം ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുവാനിടയായി തീർന്നു സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ ആകമാനമുള്ള വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ, നിന്റെ മനസ്സ് തകർന്നിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നിന്റെ ഹൃദയം നുറങ്ങിയിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഇന്നത് മാറ്റിയിട്ട് സ്തോത്ര ഇന്നൊരു വിടുതലോട് അയക്കുവാൻ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് ഹല്ലേലൂയ ഈ സൂമിലായിരിക്കുന്ന ചില ജീവിതങ്ങളോട് ഹല്ലേലൂയ ദൂത് വിളിച്ചു പറയട്ടെ. ഇവിടെ പറയുന്നു സ്തോത്ര, നിനക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം തരും, അത് മാത്രമേ പുതിയൊരു ആത്മാവ് സ്തോത്രം. ആമേൻ. നിനക്കൊരു പുതിയ ആത്മാവിനെ തരും, പഴയ ആത്മാവല്ല സ്തോത്രം. നിനക്കൊരു പുതിയ ആത്മാവാ ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത് സ്തോത്ര. അത് നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം വന്നത് വെറുതെ ആകത്തില്ല. നിന്റേതായ ഹല്ലേലൂയ ജീവിതത്തിലുള്ള ജീവിതത്തിൽ ഒരു പുതിയ ശക്തി പകർന്ന് നിന്നെ ഇന്ന് മാനിക്കുവാൻ ദൈവം മുഖാന്തരം ഒരുക്കുവാൻ പോകുകയാണ്. അടുത്ത് പറയുന്നുണ്ട് സ്തോത്രം, കല്ലായുള്ള ഹൃദയത്തെ ഒന്ന് മാറ്റണം കേട്ടോ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്ന കല്ലായുള്ള ഹൃദയത്തെ മാറ്റി അതിനെ ഒന്ന് ജഡത്തിൽ നീക്കും. ജഡത്തിന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ, ആ ജഡത്തിന്റെ പ്രവൃത്തികളെ ഒന്ന് മാറ്റിയിട്ട് ആത്മാവിന്റെ പ്രവൃത്തി, അതായത് ജഡത്തിൽ നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ തരുവാൻ തീരും. അത് തയ്യാറാകുന്നു. അതുകൂടെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് സ്തോത്രം. അതായത് നമ്മുടെ ജീവിതത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ സ്തോത്രം, അതിനെ ഒന്ന് ഉരിഞ്ഞു കളഞ്ഞിട്ട് ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, അതേ ഹല്ലേലൂയ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുക്കുന്നവരായിരിക്കണം. നമുക്കറിയാം ഇതേ വചനം യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം 19 മുതൽ 21 വരെ വായിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും വായിച്ച അതേ വചനം അവിടെ കാണുവാനായിട്ട് കഴിയും. യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം 19 ഈ വാക്യം കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്നു, അവർ എന്റെ ചട്ടങ്ങൾ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. നോക്കണേ, അവിടെ പറയുന്ന ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് അറിയാം. വേറൊരു ഹൃദയം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം കൊടുക്കുന്ന വേറൊരു ഹൃദയ സ്തോത്രം. മറ്റു വാക്യത്തിൽ പുതിയൊരു ഹൃദയം, ഇവിടെ പറയുന്ന വേറൊരു ഹൃദയ സ്തോത്രം. നിനക്കൊരു പ്രത്യേക ഒരു ഹൃദയമാണ് തരാൻ പോകുന്ന സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് കാലേബിനെ കുറിച്ച് പറയുമ്പോൾ അറിയാം, കാലേബിന് പ്രത്യേക ഒരു സ്വഭാവ സ്തോത്രം, പ്രത്യേക ഒരു ഹൃദയം കൊടുത്തു സ്തോത്രം. ഇവിടെ പറയുന്നു വേറൊരു ഹൃദയം നൽകും സ്തോത്രം. ദൈവത്തെ ആരാധിക്കുള്ള ഒരു ഹൃദയം, പണ്ടുള്ളതായ നിലവാരത്തിലുള്ള ഹൃദയമല്ല, വേറൊരു ഹൃദയം. അടുത്ത് പറയുന്നു പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കും സ്തോത്രം. അതേ വചനം എടുത്ത് പറഞ്ഞിരിക്കുക സ്തോത്രം. കല്ലാലുള്ള ഹൃദയം നിന്റെ ഇടത്ത് നീക്കി മാംസമായുള്ള ഹൃദയം നിനക്ക് തരും സ്തോത്രം. അവിടെയും പറയുന്നു, അതിന്റെ മുകളിലോട്ട് വായിക്കുമ്പോൾ അവിടെയും പറയുന്നു, ജനം മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്ത ജീവിതമായിരുന്നു അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ശൗലിനെ എന്ത് ചെയ്തു? പൗലോസാക്കി തീർത്തു. ഒരു പുതിയ പേര് കൊടുത്തു. ഹല്ലേലൂയ. ഒരു പുതിയ അനുഭവം കൊടുത്തു സ്തോത്രം. പണ്ടൊരു കാലത്ത് പൗലോസ് എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിക്കാത്തവനായിരുന്നു സ്തോത്രം. ശൗൽ ദൈവത്തെ അനുസരിക്കാത്തവനായിരുന്നു സ്തോത്രം. അതേ ഫിലിപ്പോസ് ആ ദേശത്ത് വന്ന് സുവിശേഷങ്ങൾ അറിയിക്കുമ്പോൾ ഫിലിപ്പോസിന് ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു സ്തോത്രം. ദൈവജനം കേൾക്കുന്ന സ്ത്രീകളെയും പൈതങ്ങളെയും പലപ്പോഴും അവരെ പലപ്പോഴും ഉപദ്രവിക്കുന്ന അവസ്ഥ ശൗലിനുണ്ടായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ അവനൊരു പുതിയ ഹൃദയം, പുതിയൊരു മാനസാന്തര ജീവിതം, ഹല്ലേലൂയ, ഒരു പുതിയ മനുഷ്യനാക്കി അവനെ തീർത്തെടുത്തു സ്തോത്രം. ശൗൽ പൗലോസാക്കി തീർക്കുവാനിടയായി തീർന്നു സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാ, ഒരു പുതിയ പേര് അവന് കൊടുക്കുവാനിടയായി. സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് പറയുന്ന ഒരു വാക്യമുണ്ട് സ്തോത്രം. സങ്കീർത്തന പുസ്തകം 51-ന്റെ ഹല്ലേലൂയ 10-ൽ പറയുന്നു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരമായ ഒരു ആത്മാവ് സ്തോത്രം. കഴിഞ്ഞ
കാലങ്ങൾ സ്ഥിരമായ ആത്മാവല്ലായിരുന്നു സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നു, എനിക്ക് വേണ്ടി ഒരു സ്ഥിരമായ നിലനിൽക്കുന്ന ഒരു ആത്മാവ് സ്തോത്രം, എന്നും നിലനിൽക്കുന്ന ഒരു ആത്മാവ്, ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആത്മാവല്ല, സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ സ്തോത്രം. നോക്കണമേ, പാപത്തിൽ അകപ്പെട്ടതായ ദാവീദ് സ്തോത്രം, പാവമുഖത്തിലായിരുന്ന ദാവീദ് സ്തോത്രം, അതേ തെറ്റുപറ്റിപ്പോയ ദാവീദ് ദൈവസ്ഥല ഹൃദയം ഉടഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ഈ 51 സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് സ്തോത്രം. അവന്റെ കുറുകൾ ഏറ്റുപറഞ്ഞു സ്തോത്രം, അവൻ മടങ്ങി വരുവാനിടയായി തീർന്നു സ്തോത്രം. അവന് മനസ്സിലായി, ഞാൻ ചെയ്ത പാവം ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തു കൂട്ടിയതൊക്കെയും അതേ ഒരു പഴയ അനുഭവത്തോടെ ആയിരുന്നു സ്തോത്രം. എനിക്കൊരു പുതിയ മനുഷ്യനായി തീരണം സ്തോത്രം, എനിക്കൊരു പുതിയ വ്യക്തിയായി തീരണം സ്തോത്രം, ഒരു പുതിയ ആത്മാവ് എനിക്ക് വേണം. അവൻ ദൈവസ്ഥലിൽ കരയുവാനിടയായി തീർന്നു. നോക്കണമേ, ഹല്ലേലൂയ സ്തോത്രം. അതിന് മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കുക വ്യക്തമായിട്ട് കഴിയും. അവൻ പാപത്തെ കുറിച്ച് അനുദപിക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു, എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയം വേണം, അത് മാത്രമല്ല സ്ഥിരമായ ഒരു ആത്മാവ് എനിക്ക് വേണം സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്ക് അങ്ങനെയുള്ള ഒരു ഹൃദയം വേണമെങ്കിൽ സ്തോത്രം, നീ ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാകണം, മുട്ടുമടക്കുവാൻ തയ്യാറാകണം സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഇന്ന് പകൽക്കാലം ഒരു പുതിയ സ്ഥിരമായ ആത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് സ്തോത്രം. ഈ സൂര്യായിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങുവാൻ പോകുകയാണ്. കഴിഞ്ഞ നാളിൽ പ്രാപിച്ചെടുത്തതായ മണ്ഡലങ്ങളല്ല, അഭിഷേകമല്ല, ഒരു പുതിയ കൃപയാൽ നിറയ്ക്കുവാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുകയാണ്. അതേ മേരിക്കുട്ടി സിസ്റ്ററെ പ്രാർത്ഥിച്ചോ, കർത്താവ് പറയുന്നു. അതേ മേരിക്കുട്ടി സിസ്റ്ററെ പ്രാർത്ഥിച്ചോ, കർത്താവ് പറയുന്നു. നിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരാൻ പോകുന്നു സിസ്റ്ററെ, പാട്ടിനൊരു വ്യത്യാസം വരാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. നീ കഴിഞ്ഞ നാളുകൾ പാടിയതുപോലെയല്ല കേട്ടോ. ഹല്ലേലൂയ. ഒരു പുതിയ പാട്ട് നാം തരാൻ പോകുന്നു സിസ്റ്ററെ. ഹല്ലേലൂയ. ആ പാട്ടിലൂടെ ചില കെട്ടുകൾ അഴിയുവാൻ പോകുകയാണ് സ്തോത്രം, നിന്നെ നിറയ്ക്കുവാൻ പോകുകയാണ് സ്തോത്രം. ഈ സൂവിന് ഒരു അനുഗ്രഹമായി തീരുവാൻ പോകുകയാണ് കേട്ടോ. ഹല്ലേലൂയ. അനേകരുടെ മുമ്പിൽ അനേകടുത്ത് നിന്നെ ശോഭിക്കുന്ന ഒരു വ്യക്തിയായി പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നോക്കാമെങ്കിൽ ശാരീരമായി കെട്ടപ്പെട്ടവളെ പോലെ നീ ആയിരുന്ന സ്ഥാനത്ത് തൊണ്ടയ്ക്ക് തടസ്സങ്ങളായി പലപ്പോഴും ഹല്ലേലൂയ നിനക്ക് മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥകൾ ജീവിതത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ശത്രുവിന്റെ ചില പദ്ധതികളെ ഹല്ലേലൂയ തകർത്തുകൊണ്ട് ദിവസങ്ങൾ നിന്നെ പുറത്തെടുത്തൊരു ദൈവമുണ്ട് കേട്ടോ. സഹോദരി പ്രാർത്ഥിച്ചോ, ഈ ദിവസം നിനക്ക് താലന്തുകൾ ഉണ്ടല്ലോ. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഉണ്ടല്ലോ സ്തോത്രം, അതിനെ നീ കൃത്യമായി ചെയ്ത് വ്യാപാരം ചെയ്ത് മുന്നോട്ട് വയ്ക്കോ. ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിനക്ക് വേണ്ടി ചില പുതിയ വിടുതലുകൾ വഹിക്കുവാൻ പോകുകയാണ് സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ചില കെട്ടുകളെ പൊട്ടിക്കുവാൻ പോകുകയാണ് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങൾ നീ ആയിരുന്ന അവസ്ഥകളെ മാറ്റി നിന്നെ ഒരു പുതിയ അഭിഷേകത്തോട്, ഒരു പുതിയ കൃപയോടുകൂടി ഹല്ലേലൂയ പുതിയ ആത്മാവോടുകൂടി എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് സ്തോത്രം. നിന്റെ തകർന്ന അനുഭവങ്ങൾ സ്തോത്രം, അതേ ഉടനതായ അനുഭവങ്ങൾ സ്തോത്രം, ഭവനത്തിന്റെ അകത്തളങ്ങളിൽ പലപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ സ്തോത്രം, അതേ എന്റെ അവസ്ഥ ആരും അറിയത്തില്ലയോ, എന്റെ വിഷയത്തിന് ആരും പരിഹാരം തരത്തില്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്ന വിഷയങ്ങൾ സ്തോത്രം, ആത്മാവ് ദൂതായി വെളിപ്പെടുത്തുക സിസ്റ്റർ. ഈ ദിവസങ്ങളില് നീ കരയുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഏതോ ഒരു വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്ന ഒരു വിഷയം എന്നെ വെളിപ്പെടുത്തുകയാ. 3 വർഷമായി കരയുന്ന ഒരു വിഷയമുണ്ട്, ഓരോ വർഷവും കാത്തിരിക്കുന്നുണ്ട് ആ വിഷയത്തിന് പരിഹാരം ലഭിക്കുമെന്ന്. എന്നാൽ ഈ 2026 ആത്മാവിനോട് വിളിച്ചു പറയുന്ന ഒരു വിഷയം ഇതാ, നീ കാത്തിരുന്ന് പ്രാർത്ഥിച്ചോ, വരുന്നതായ 11-ാം മാസത്തിനകത്ത് വെച്ച് നീ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ് സുഖം. അതേ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ സിസ്റ്ററെ, കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ, നീ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടി 11-ാം മാസം ദൈവം ഒരു പദ്ധതി നിനക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നിനക്ക് വേണ്ടി വിടുതലയിക്കുവാൻ പോകുകയാണ് സ്തോത്രം. ഏൽപ്പിച്ചു കൊടുത്തോ ഇന്ന് പകൽക്കാലം, വിശ്വസിച്ച് ദൂതേറ്റെടുത്തേ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദൈവം നിനക്ക് വേണ്ടി ചില മാനിക്കുന്ന അവസ്ഥയിലാക്കുവാൻ, നിന്റെ തള്ളിയുടെ മധ്യ മാനിച്ചു ഉയർത്തുവാൻ തക്കവണ്ണം നിന്റെ സ്ഥിതിക്ക് ഒരു വ്യത്യാസത വരുത്തുവാൻ പോകുകയാണ് സ്തോത്രം. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നീ വന്നത് വെറുതെയല്ല, നിന്റെ തകർച്ചകൾ മാറിപ്പോകുന്നുണ്ട്. ഇവിടെ പറയുന്നു സ്തോത്രം, ദാവീദ് ദൈവസ്ഥനിൽ ഹല്ലേലൂയ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, ഹൃദയനുറുക്കത്തോട് കടന്നു വന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവനൊരു സ്ഥിരമായ ആത്മാവ് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു സ്തോത്രം. ഇന്ന് പകൽക്കാലം ആരൊക്കെ കരയുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാണെങ്കിൽ നിന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-18 വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5-ന്റെ ഹല്ലേലൂയ 17-18 ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു സ്തോത്രം. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു സ്തോത്രം. അതിലൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു പോലും നല്ലോണം നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു സ്തോത്രം. അവിടെ പറയുന്നത് ഇങ്ങനെയാ, ഒരുത്തൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി. ആമേ. നമ്മൾ സ്നാനപ്പെട്ടെ ഹല്ലേലൂയ കരയിൽ കയറുമ്പോൾ ഹല്ലേലൂയ നമ്മളെ പുതിയൊരു സൃഷ്ടിയാക്കി തീർക്കുക. കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ മാറും. സ്നാനപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ കരയിൽ കയറുമ്പോഴൊക്കെ നമ്മൾ അതാ സ്നാനപ്പെടുമ്പോൾ തന്നെ നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുന്നു സ്തോത്രം. അപ്പോൾ നമ്മളോട് ചില പാസ്മാരൊക്കെ ചോദിക്കും സ്തോത്രം ഹല്ലേലൂയ
തീരുമാനമെടുക്കും. നമ്മൾ സ്നാനക്കുളത്ത് നിൽക്കുമ്പോൾ തീരുമാനമെടുത്ത് സ്നാനപ്പെട്ട് മുകളിൽ കയറും. നമ്മൾ തീരുമാനത്തോടെയാണ് കയറി വരുന്നത്. സ്തോത്രം. അന്ന് പ്രാപിച്ച അഭിഷേകം ഇപ്പോൾ ഉണ്ടെന്ന് അറിയത്തില്ല. സ്തോത്രം. അന്ന് പ്രാപിച്ച അനുഭവം ഇപ്പോൾ ഉണ്ടെന്ന് അറിയത്തില്ല. അന്ന് സ്നാനക്കുളുണ്ടായ സ്നാനക്കുളത്തിൽ വെച്ചുണ്ടായ തീരുമാനം എടുത്തിട്ട് ഇപ്പൊ തെറ്റിച്ചു പോയെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. തെറ്റിയവരും കാണാം. തെറ്റി പിന്മാറിപ്പോയത് കാണാം. സ്നാനപ്പെട്ടിട്ട് പിന്നെയും ഹല്ലേലൂയ പിന്മാറി നിൽക്കുന്ന ജീവിതങ്ങൾ കാണാം. ഇവിടെ പറയുന്നു, നീ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. അവൻ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞു പോയി. അതേ, ഒരു പുതിയ ജീവിതമാണ് അവന് കൊടുക്കുവാൻ തീരുമാനിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു പുതുക്കത്തിന്റെ അവസ്ഥയിലാക്കണം. കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. കുഴപ്പമില്ല, ഇന്നലെ വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം മടങ്ങി വാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറ, ഞാൻ പഴയത് കഴിഞ്ഞു പോയി. അറിയാതെ തെറ്റുകൾ പറ്റിപ്പോയി, അറിയാതെ പാപങ്ങൾ ചെയ്തു പോയി. അതേ, ഞാൻ ഇന്നൊരു പുതിയ വ്യക്തിയായി തീരുമാനമെടുക്കുകയാണ്. സ്തോത്രം. നിന്റെ സകല പാപക്കറകളെ ഇന്ന് പകൽക്കൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു പുതിയ വ്യക്തിയായി നിനക്ക് വരുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥന ശബ്ദത്തിന് മുമ്പിൽ വിടുതൽ തരുവാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ പറയുന്നു, പൗലോസ് പറയുന്നു, നീ നിനക്ക് പഴയത് കഴിഞ്ഞു പോയി. സ്തോത്രം. നിന്നെ പുതുതാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനൊക്കെയും കാരണഭൂതൻ ആരാണ്? ദൈവമാണ് കാരണഭൂതൻ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഓരോ ദിവസവും അനുദിനവും കർത്താവ് ഒരു പുതുക്കത്തിന്റെ ആത്മാവ് കൊണ്ട് നമ്മെ നിറയ്ക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, പൗലോസിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഒരു പുതുക്കത്തിന്റെ അവസ്ഥയുണ്ടായിരുന്നു. സ്തോത്രം. പലവട്ടം അവന്റെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതികൂലങ്ങളും കഷ്ടതകളും കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ശുശ്രൂഷയിൽ തന്നെ പലപ്പോഴും ബന്ധിക്കപ്പെട്ടവരായുള്ള അവസ്ഥകൾ അതേ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അതെല്ലാം ദൈവസ്ഥ നിരപ്പ് പ്രാപിച്ച് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ഇറങ്ങി തിരിച്ചൊരു കാലഘട്ടമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസിനെ തകർക്കുവാൻ അനുവദിക്കാത്തത്. സ്തോത്ര. എന്തെല്ലാം പ്രതികൂലങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോഴും അവൻ പറയുന്നുണ്ട്, അതേ, പറഞ്ഞു തരാത്ത ദൈവത്തിന് മഹത്വം, പറഞ്ഞു തരാത്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവനെ വിടുവിക്കുവാനിടയായി, ദൈവം അവനെ പുറത്തു കൊണ്ടുവരുടയായി തീർന്നു. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. ഹേ മരണത്തിന്റെ വിഷമുള്ളവിടെ? സ്തോത്രം. ഹല്ലേലൂയ. മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ പറയുവാനിടയായി, ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ബലഹീനതയിലേക്ക് ശക്തി നൽകുന്നത് ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിൽ മതിയാകുന്നു. നോക്കണമേ, ഒരു പുതിയ വ്യക്തിയാക്കി അവൻ പുറത്തു വന്നപ്പോൾ, ഒരു പുതിയ ജീവിതത്തോട് പുറത്തു വന്നപ്പോൾ അവൻ പറയും, ഈ കഷ്ടത സാരമില്ലെന്ന്. ഹല്ലേലൂയ. ഈ കരുതൽ സാരമില്ലെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങൾ വന്നുപോയ കർത്താവ് കഷ്ടത സാരമില്ലെന്ന് എടുക്കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥ കാണുവാൻ കഴിയും. അത് 2 കൊരിന്ത്യർ ലേഖനം 7:1 പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടുപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ വരെയുള്ള കന്മഷങ്ങളെ നീക്കിയിട്ട് സ്വന്തം ഇന്നൊരു പുതിയ വ്യക്തിയാക്കി നമ്മൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ തയ്യാറായിക്കോണം. പലപ്പോഴും ചിലർ വ്യക്തി വിശുദ്ധിയെ കുറിച്ച് പറയാറില്ല. കേട്ടോ? ഹല്ലേലൂയ. സ്തോത്രം. പാപത്തെ കുറിച്ച് പറയുന്നത് ചിലർക്ക് ഇഷ്ടമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പാപത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പാവവും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യരാകും പാവം വന്നു കൂടാ. സ്തോത്രം. എത്ര നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പാവം വരാം. അതേക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണം. സ്തോത്രം. ഇവിടെ പറയുന്നു, എന്ത് ചെയ്യണം? സ്തോത്രം. കന്മഷം നീക്കി നിന്റെ ജീവിതത്തിലെ കറകളെ മാറ്റിയെടുത്ത് നീ ഒരു പുതുക്കത്തിന്റെ വ്യക്തിയാക്കി പുറത്തു വരണം. ഇവിടെ പറയുന്നു, അതേ, വെടുപ്പാക്കി നിർമ്മലീകരിച്ച് സ്തോത്രം ഒന്നുകൂടി ദൈവസ്ഥലം വിശുദ്ധിയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുന്ന. സ്തോത്രം. അവിടെ പൗലോസ് വ്യക്തമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, പഴയതാ കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 31 ഭാഗമുണ്ട്. സ്തോത്രം. നിനക്കൊരു പുതിയ ശക്തി ദൈവം തരാൻ പോകുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-ന്റെ 31 പറയുന്നു, അത് യവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശക്തിയെ പുതുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, യെശയ്യാവിനോട് പറഞ്ഞു, യെശയ്യാ വലിയ പ്രവാചകൻ പറയുന്നു, ശക്തിയെ പുതുക്കണം, കഴുകന്മാരെ പോലെ നീ ചിറകടിച്ച് കയറും. അപ്പൊ നമ്മുടെ ദൈവം ഒരു പുതിയ ശക്തി കൊടുക്കുന്നവനാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തോട് പറ, എനിക്ക് പഴയ ശക്തി വേണ്ട. സ്തോത്രം. എനിക്കൊരു പുതിയ ശക്തി വേണം. സ്തോത്രം. അതെ, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. സ്തോത്രം. ഒരു പുതിയ ശക്തി എനിക്ക് പ്രാപിച്ചെടുക്കണം. സ്തോത്രം. പലപ്പോഴും പഴയ ശക്തി, കുറെ ദിവസം കൊണ്ട് പഴയ ശക്തി വെച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എനിക്കൊരു പുതിയ ശക്തി എനിക്കിന്ന് വേണം. അതെ, എന്നാൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ആ കഴുകൻ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് പോലത്തെ ഒരു പുതിയ ശക്തി എനിക്ക് പ്രാപിക്കണം. അപ്പൊ നമ്മുടെ ദൈവം അതേ പുതിയ ശക്തി കൊടുക്കുന്നവൻ. ആർക്കാണ് പുതിയ ശക്തി കൊടുക്കുന്നത്? സ്തോത്രം. അവിടെ പറയുന്നു, കാത്തിരിക്കുന്നവൻ ആ പുതിയ ശക്തി കൊടുക്കുന്നത്. സ്തോത്രം. കാത്തിരിക്കുവാൻ തയ്യാറാകുന്നവൻ ആ പുതിയ ശക്തി കൊടുക്കുന്നത്. സ്തോത്രം. അല്ല, ചുമ്മാ വെറുതെ ഇരിക്കുന്ന പുതുക്കത്തിന്റെ ഒരു അവസ്ഥ പുതിയ ശക്തി കൊടുക്കത്തില്ല. സ്തോത്രം. നീ കാത്തിരുന്നത് പ്രാപിക്കുവാൻ തയ്യാറാണ്, ഒരുക്കമാണെങ്കിൽ ആ പുതിയ ശക്തി നിനക്ക് പ്രാപിപ്പാൻ കഴിയും. കാത്തിരിക്കാത്തത് കൊണ്ടാണ് ആ ശക്തി നമുക്ക് പ്രാപിപ്പാൻ കഴിയാത്തത്. സ്തോത്രം. ആ ശക്തി പ്രാപിക്കണമെങ്കിൽ അല്പം ഒന്ന് കാത്തിരിക്കണം. കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ.
നീ നാളുകൾ കൂടി കാത്തിരിക്കണം സുഖം. നിന്റേതായ ജീവിതത്തിൽ അത് പെട്ടെന്ന് പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല സുഖം. ഒന്ന് കാത്തിരിക്കുവാ നീ തയ്യാറായാൽ സുഖം. ഹല്ലേലൂയ. നിനക്കൊരു പുതിയ ശക്തി ദൈവം തരുമെന്ന് സുഖം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദർശനത്തിൽ അവധി വച്ചിരിക്കുകയാണ് ദൈവം. പക്ഷെ ആ വാഗ്ദത്തങ്ങളെ പലപ്പോഴും ഹല്ലേലൂയ ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ മാറ്റി വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പ്രാപിക്കുന്ന ദാഹത്തോട് നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. നമുക്കറിയാം ചില സഭകളിലെ കാര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ചില വ്യക്തികൾക്കൊക്കെയും കാത്തിരിക്കുമ്പോൾ മനസ്സില്ല, വന്ന ഉടൻ കിട്ടണം വിടുതൽ. വന്നോടെ വിടുതൽ കിട്ടിയില്ലെങ്കിൽ അവർ വേറെ പാസ്റ്റർമാരെ കുറ്റം പറയും, അല്ലെങ്കിൽ പാസ്റ്റർമാരെ വൈബിനെ കുറ്റം പറയും, അല്ലെങ്കിൽ ഹല്ലേലൂയ അവിടുത്തെ വിശ്വാസികളെ കുറ്റം, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുക. എനിക്കറിയാം സഭാകര്യത്തോണ്ട് എനിക്കറിയാം പെട്ടെന്ന് ഒരു വരുന്ന എന്തിനാണെന്ന് അറിയാം വിടുതൽ. പക്ഷെ ഈ വ്യക്തികൾ നിലനിൽക്കത്തില്ല കേട്ടോ, നിലനിൽക്കത്തില്ല സ്വന്തം. അവരെ കുറച്ച് നാൾ നിന്നിട്ട് പിന്നെ അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാത്തത് വന്നവിടെ പറയും അയ്യോ ഞങ്ങൾക്ക് നിൽക്കും, അല്ലെങ്കിൽ സ്വന്തം അവര് പാസ് നോക്കിയോ, അല്ലെങ്കിൽ പാസ്റ്റർമാരെ വൈബിനെ നോക്കിയോ, അല്ലെങ്കിൽ വിശ്വാസികളെ നോക്കിയോ അതിനു വേണ്ടിയല്ല അവർ വരുന്നത്. അവര് സഭയിൽ ഉറച്ചു നിൽക്കാനാണ് വരുന്നത്. പക്ഷെ ഇതൊക്കെയാണ് ചില വ്യക്തികൾ അങ്ങനെയല്ല. അവർക്ക് പെട്ടെന്ന് വിടുതൽ കിട്ടി പെട്ടെന്ന് ഓടി രക്ഷപ്പെടണം സ്വന്തം. അവർക്ക് സ്വന്തം അവരെ ജീവിതത്തിലെ വിഷയത്തിൽ പരിഹാരം കിട്ടുമ്പോൾ അവർ ദൈവം വേണ്ട എന്ന് പറഞ്ഞു പിന്നെ സഭയെ ഉപേക്ഷിച്ച് അവരങ്ങ് മടങ്ങിപ്പോയി. ഇതിനാ ചില വ്യക്തികൾ വരുന്ന സ്വന്തം. അങ്ങനെ ഉള്ളവർക്ക് ദൈവം വിടുതൽ കൊടുക്കത്തില്ല കേട്ടോ സ്വതന്ത്രം. ഹല്ലേലൂയ. നീ ചില വിഷയങ്ങൾ കാത്തിരുന്നാലേ വിടുതൽ കിട്ടത്തുള്ളൂ സ്വതന്ത്രം. പിന്നെ ചില വ്യക്തികളുണ്ട് ആനുകൂല്യത്തിന് വേണ്ടി നടക്കുന്നവരുണ്ട് സ്വതന്ത്രം. എവിടെ ആനുകൂല്യം കിട്ടുമോ അവിടെ അങ്ങ് പോകും സ്വതന്ത്രം. ഹല്ലേലൂയ. ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ഇതൊക്കെ മതിയാക്കണം നമ്മൾ സ്വതന്ത്രം. നമ്മൾ നിൽക്കുന്ന സഭയിൽ അങ്ങ് ഉറച്ചു നിൽക്കണം. എന്ത് കഷ്ടത വന്നാലും, എന്ത് ഭാരം വന്നാലും, എന്ത് പ്രതികൂലം വരട്ടെ, നീ നിൽക്കുന്ന സഭയിൽ വെച്ച് നിനക്ക് മരണത്തിന്റെ കെട്ടുകൾ വരട്ടെ, പ്രതികൂലങ്ങൾ കഷ്ടത വരട്ടെ, അവിടെ അങ്ങ് പിടിച്ചു നിന്നുകൊണ്ട് മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി എന്ന് പറഞ്ഞ സ്വതന്ത്രം. എവിടെ പോയാലും അവിടെ എല്ലാം ഒന്നുപോലെയാ സ്വതന്ത്രം. ഹല്ലേലൂയ. അയ്യോ അവിടെയുള്ള പാസ്ന കൃപയുണ്ട്, ഇവിടെയുള്ള പാസ്ന കൃപയില്ല സ്വതന്ത്രം. അവിടെ ആനുകൂല്യങ്ങളുണ്ട്, അവിടെ പൈസ കൊടുക്കുന്നുണ്ട്, അവിടെ എനിക്ക് ഓടിപ്പോകണം. ഇത് കാത്തിരിപ്പല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ദൈവസ്ഥൽ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് അതേ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വിഷയത്തിൽ പരിഹാരം കാണുവാൻ കഴിയും. ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനികളായി നമ്മുടെ പെന്തക്കോസുകാരായ ജീവിതങ്ങൾക്ക് പോലും ഇങ്ങനെ തെറ്റുപറ്റാറുണ്ട്. നമ്മൾ പെന്തക്കോസുകാരല്ലേ സ്വന്തം, ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ, പക്ഷെ നമുക്ക് തെറ്റുപറ്റുവാൻ പാടില്ല സ്വന്തം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവർ നമ്മൾ തെറ്റി ഈ പെന്തക്കോസുകാരെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെന്തക്കോസുകാർ നല്ല പണ്ടത്തെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, പാരമ്പര്യ പെന്തക്കോസുകാർ, ജനിച്ചപ്പോഴേ പെന്തക്കോസുകാരായിരുന്നവർ ആമേൻ. അവര് പോലും ഇങ്ങനെ തെറ്റിപ്പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ പോകുന്നവരുണ്ട് കേട്ടോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും ഞാൻ കുറ്റം പറയുന്നതല്ല. സൂമിലിരിക്കുന്ന ആരും അങ്ങനെ പോകുന്നതെന്ന് പറയുന്നതല്ല. പക്ഷെ നമ്മൾ അതിനെ വിട്ട് ആരെങ്കിലും അങ്ങനെ പോകുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ പോകുവാൻ പാടില്ല. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇവിടെ പറയുന്നു നീ ഒരു പുതിയ ശക്തി പ്രാപിക്കണം. അതേ തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസിന്റെ ലേഖനം അവിടെ പറയുന്നു 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അവിടെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഹല്ലേലൂയ, ശക്തിയുടെ സ്നേഹത്തിന്റെ സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. എങ്ങനെയുള്ള ആത്മാവ് നമുക്ക് തന്നത്? ഒരു പുതിയ ആത്മാവ് ദൈവം തന്നു, ഒരു പുതിയ ഹൃദയം ദൈവം തന്നു, സ്ഥിരമായ ഒരു ആത്മാവിനെ ദൈവം തന്നു. അതെ, നമ്മൾ ഒരു പുതിയ വ്യക്തിയാക്കി തീർത്തു, ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു പുതിയ ശക്തി നമുക്ക് തന്നു. ആ ശക്തി എങ്ങനെയുള്ളതാ? ഹല്ലേലൂയ. അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല. അത് മാത്രം ആ ശക്തിയുടെ സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്രയും ദൈവം നമുക്ക് തരുന്നത്. നമുക്ക് എങ്ങനെയുള്ളതായ ഒരു പുതുക്കത്തിന്റെ അവസ്ഥയാണ് തരുന്നത്. സ്തോത്രം. ശക്തിയുടെ സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് പകരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സുബോധമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. സുബോധം തെറ്റുമ്പോഴാണ് നമ്മൾ തെറ്റുകാരായി തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സുബോധം വരുമ്പോൾ അറിയാൻ തിരിച്ചറിയാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെ പെരുമാറണം, പിന്നെ മറ്റുള്ളവരുടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ സുബോധം തെറ്റിപ്പോകും. അല്ലെങ്കിൽ ഇടയ്ക്കിടെയായിട്ട് ഇങ്ങനെ സുബോധം തെറ്റിപ്പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ തെറ്റിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമോ? അങ്ങനെ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇടയ്ക്കിന് ഉപവസിക്കുവാൻ തീരുമാനം എടുക്കണം, ഇടയ്ക്കിന് കരയുവാൻ നമ്മൾ തീരുമാനം എടുക്കണം, ഇടയ്ക്കിന് നമ്മൾ ദൈവസ്ഥലിൽ നിന്ന് ദൈവനാമമായുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ തയ്യാറാകണം. അങ്ങനെ ആകുമ്പോൾ തെറ്റിപ്പോകാൻ അനുവദിക്കുന്നില്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുഭവമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ തയ്യാറാണ്. ഒരു പുതിയ ശക്തി, ഒരു പുതിയ മനുഷ്യൻ. നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? നീതിയിലും വിശുദ്ധിയിലും അതേ ദൈവാനുഭവമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ നാം ധരിച്ചു കൊള്ളുവാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റിപ്പോകുവരുടെയായി
ഇടയായിത്തീരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. എഫെസ്യർ ലേഖനം 5-15 പറയുന്നു, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. സ്തോത്രം. പലപ്പോഴും നമ്മൾ ജ്ഞാനികളായിട്ട് നടന്നാലും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഉപവസിക്കണം, കരയണം, പ്രാർത്ഥിക്കണം. അപ്പൊ ആ ജ്ഞാനം ദൈവം നമുക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. ആ കൃപ നമുക്ക് തരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ശക്തി തരാൻ പോകുന്നു. സ്തോത്രം. ഇനി ഒരു പുതിയ കൃപ നമുക്ക് തരാൻ പോകുന്നു. ഹല്ലേലൂയ. 2 തിമോഥെയോസ് 2:1 പറയുന്നു, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. സ്തോത്രം. അവിടെ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്താണ് കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ഔദാര്യമായി ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് കൃപ. ഹല്ലേലൂയ. ആ കൃപയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? അത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് ദൈവത്തിന്റെ കൃപ ലഭിപ്പാനുമായി. സ്തോത്രം. നീ എന്ത് ചെയ്യണം? ആ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ തയ്യാറാകണം. സ്തോത്രം. അവിടെ നിന്ന് നിനക്ക് ആ പുതിയ കൃപ പ്രാപിപ്പാൻ കഴിയും. നീ വെറുതെ ഇരുന്ന് നിനക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. ആ പുതിയ കൃപ നിനക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ നീ ദിവസം പോകേണ്ടടുത്ത് പോയി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. അവിടെ വെച്ച് ആ കൃപ കിട്ടുന്നത്. സ്തോത്രം. അവിടെ വെച്ച് ദൈവത്തിന്റെ സഹായം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നോക്കണമേ, തിമോഥെയോസിനെ ജീവിതത്തിലെ കൃപ എങ്ങനെയാണ് കിട്ടിയത്? സ്തോത്രം. എങ്ങനെയുള്ളതായ ഒരു വിശ്വാസമാണ്, എങ്ങനെയുള്ളതായ കൃപയാണ് അവൻ പ്രാപിച്ചെടുത്തത്? 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 4-5 ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമാണ് ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ മലോവീസിലും അമ്മ യുനീക്കിലും ഉണ്ടായിരുന്നു. നോക്കണമേ, അമ്മയിലുണ്ടായതായ നിലവാരത്തിലുള്ള വിശ്വാസം, അതുപോലെ യുനീക്കിലുണ്ടായ വിശ്വാസം, അതിലൂടെയാണ് ആ കൃപ അവന് പൂർണ്ണമായി പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞത്. അവർ നിർവ്യാജ വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു. സ്തോത്രം. അവര് വെറും ഒരു വിശ്വാസമല്ല, അവർക്ക് നിർവ്യാജ വിശ്വാസം ഉള്ളത് കൊണ്ട് അവൻ അർഹതയില്ലാത്ത സ്ഥാനത്ത് ആ പുതിയ കൃപ പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിഞ്ഞു. സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി നാം മുന്നോട്ട് പോകുവാൻ തയ്യാറാകണം. സ്തോത്രം. ഇനി നമുക്ക് ദൈവം തരുന്ന ഒരു പുതിയ പ്രാർത്ഥനയാണ്. നമ്മൾ പഴയ പ്രാർത്ഥനയൊന്ന് മാറ്റണം. കേട്ടോ? ഒരു പുതിയ പ്രാർത്ഥന നമുക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പഴയ പ്രാർത്ഥന പിടിച്ചോണ്ടിരിക്കുന്നു. എന്നും സഭയിൽ നിന്ന് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതല്ല കേട്ടോ, നമ്മൾ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആത്മാവിലുള്ള പ്രാർത്ഥനയിലാണ് ചില കെട്ട് കഴിയുന്നത്. സുഖം. നമ്മളെ ചില രോഗങ്ങളങ്ങ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ സഭയ്ക്ക് വേണ്ടിയോ മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലങ്ങ് ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചില രോഗങ്ങളങ്ങ് കെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ അറിയത്തില്ല. പൂർണ്ണമായി ഇവിടെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇവിടെ നോക്കണമേ, എഫെസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറയുന്നു, സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണശ്രദ്ധ കാണിപ്പിൻ. അവിടെ പറഞ്ഞു, ഞാൻ ചങ്ങല ധരിച്ചുകൊണ്ട് സ്ഥാനാവധിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് അറിയിപ്പാൻ. അവിടെ പൗലോസ് ഒരു പുതിയ പ്രാർത്ഥന പ്രാപിച്ചുകൊണ്ട് നിൽക്കുക. ഒരു പുതിയ പ്രാർത്ഥന അവന് കൊടുത്തു. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? ചങ്ങല ധരിച്ചുകൊണ്ട് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോട് അറിയിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. വചനം പ്രസംഗിക്കുവാൻ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാനിടയായി. പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തു. കാരാഗ്രഹത്തിന്റെ ഉള്ളറിലായിരുന്നു, കെട്ടപ്പെട്ടവനായിരുന്നു, പുറത്തു വരുവാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു, എങ്കിലും അവൻ എന്ത് ചെയ്തു? ഒരു പുതിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകണം. വചനം പറയുന്നു, ലൂക്കോസിന്റെ എടുക്കുന്നില്ല, കേട്ട് സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. അവിടെ 18-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകും? പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? അത് യാചനയാ, പക്ഷപാതമാണ്. ഹല്ലേലൂയ. സ്തോത്രം. മധ്യസ്ഥതയാണ്, നിലവിളിയാണ്. സ്തോത്രം. ദൈവവുമായുള്ള ബന്ധമാണ് പ്രാർത്ഥന. നാമും ദൈവവുമായുള്ള ആഴത്തിലിറങ്ങുന്ന ബന്ധമാണ് പ്രാർത്ഥന. സ്തോത്രം. അതിൽ അപേക്ഷ വരും, യാചന വരും. ഹല്ലേലൂയ. സ്തോത്രം. അത് നിലവിളി വരും. സ്തോത്രം. സ്തോത്രം. ദൈവസ്ഥ നമ്മൾ കരയുന്ന വിഷയങ്ങൾ, ഇതെല്ലാം പ്രാർത്ഥനയിൽ വരുന്ന വിഷയങ്ങളാണ്. നമ്മൾ തീരുമാനമെടുക്കുന്നതും നമ്മൾ ദൈവസ്ഥലിൽ മുട്ടുമടക്കുന്നതും അതേകാല ദൈവസ്ഥലിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ ദൈവത്തോട് പറയുന്നതും എല്ലാം പ്രാർത്ഥനയാ. അപ്പൊ പ്രാർത്ഥന എന്താണ്? ഹല്ലേലൂയ. ദൈവനാമമുള്ള ഒരു കൂട്ടായ്മ, ദൈവനാമമുള്ള ആഴത്തിലിറങ്ങുന്ന ബന്ധം, നമ്മൾ ദൈവത്തോട് നമ്മൾ വിഷയം രഹസ്യമായി പറയുന്ന വിഷയം. അങ്ങനെ നമ്മൾ കൂട്ടുകാരനെ പോലെ ദൈവസ്ഥലിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ കൂട്ടുകാരനോട്, നമ്മുടെ മാതാവിനോട്, പിതാവിനോട് നമ്മുടെ വിഷയങ്ങളെ പറയുന്നത് പോലെ നാം ദൈവസ്ഥലം ആഴത്തിലിറങ്ങി മുട്ടുമടക്കുവാൻ, ആരും കാണാതെ രഹസ്യമായി നമ്മുടെ വിഷയങ്ങളെ ഒന്ന് പങ്കുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം, നമ്മെ ദൈവം നമ്മുടെ ഒരു പ്രശ്നം നമ്മളെ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. ആ പ്രശ്നം നമുക്ക് പുറത്തു വരുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എഫെസ്യർ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം എവിടെയാ? പോരാട്ടത്തിലാ. ഹല്ലേലൂയ. അതേ പൗലോസ് നിൽക്കുന്നത് എവിടെയാണ്? നീ ഒരു പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവിൻ. അതുകൊണ്ട് ഈ പോരാട്ടം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം. കൃപയിൽ നീ ഒന്ന് ശക്തിപ്പെടണം. കർത്താവിലും അവന്റെ അമിതബലത്തിലും ഒന്ന് ശക്തിപ്പെടണം. എന്നാൽ നിനക്ക് ആ പോരാട്ടത്തിൽ നിൽക്കുവാൻ കഴിയത്തുള്ളൂ.
നോക്കണമേ, ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ പോരിന്റെ ആയുധങ്ങളോ ജനീയങ്ങളല്ല, കോട്ടകളിൽ ഇപ്പൊ ദൈവസ്ഥ ശക്തിയുള്ളവ തന്നെ. ഈ ദിവസം പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങൾ കടന്നു വരാം, കാരാഗ്രഹങ്ങൾ കടന്നു വരാം, പ്രതികൂല ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. അതിനെ വകവയ്ക്കാതെ ആരൊക്കെ ദൈവത്തിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനമെടുക്കുന്നുവോ, നീ ദൈവത്തിൽ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ മനുഷ്യന് മുമ്പിൽ മുട്ടുമടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. അടികൾ കൊള്ളേണ്ടി വന്നു, കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നു. അതേ പ്രതികൂലങ്ങൾ അനവധിയായി കടന്നു വന്ന പൗലോസ് പ്രാഗൽഭ്യത്തോട് വചനം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പുതുക്കത്തോടു കൂടി, ഒരു പുതിയ പ്രാർത്ഥനയോടുകൂടി നിൽക്കുവാൻ തയ്യാറായി. സ്തോത്രം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അതിന്റെ 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലോസിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വ്യക്തമായിട്ട് പറഞ്ഞു. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. സ്തോത്രം. ഒരു പുതിയ പ്രാർത്ഥന, മുട്ടുകുത്തിയുള്ള ഒരു പ്രാർത്ഥന. നോക്കണമേ, ദൈവസ്ഥലിൽ ഹല്ലേലൂയ. സ്തോത്രം. അതേ ദൈവസ്ഥൽ മുട്ടുമടക്കുന്നതിന്റെ വിഷയത്തിൽ ദൈവസ്ഥൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതാ പ്രാർത്ഥന കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ഒരു പുതിയ പ്രാർത്ഥന ദൈവം നമുക്ക് തരുവാനായിട്ട് പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പുതുകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് നമുക്കൊരു പുതിയ വില്ല്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു പുതിയ വിശ്വാസവും ഒരു പുതിയ വില്ല് നമുക്ക് തരാൻ പോകും. നമുക്കറിയാം യോസേഫിന്റെ ജീവിതം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ 22-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരളവിനെതിരെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, വില്ലാളികൾ അവനെ വിശോഭിച്ചു, അവർ എയ്തു, അവരോട് പൊരുതു, അവന്റെ വില്ല് ഉറപ്പോട് നിന്നു. നോക്കണമേ, ഹല്ലേലൂയ. ഉറപ്പായ ഒരു വിശ്വാസത്തിന്റെ ഉടമ. വില്ലാളികൾ എയ്തു, അത് മാത്രമല്ല വിഷമതകൾ അവന്റെ ജീവിതത്തിൽ വന്നു. സ്തോത്രം. പൊരുതുവാനിടയായി, അസ്ത്രം ഞാൻ കൊടുക്കുന്ന പോലത്തെ പ്രതികൂലങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തു? സ്തോത്ര. അവൻ ഉറപ്പോട് നിന്നു. അവന്റെ ഭുജ യാക്കോബിന്റെ വല്ലവന്റെ കയ്യാൽ ബലപ്പെട്ടു. സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ആരാണ്? അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. പക്ഷെ ആർക്കും വേണ്ട കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനെ ഫലപ്രദമായ വൃക്ഷം വരേണ്ട വ്യക്തികൾ ആർക്കും വേണ്ട. ഒരു വാഗ്ദത്തമുള്ളവനെ ആർക്കും വേണ്ട. സ്വന്തം. നിനക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ അവനെ ആ ശത്രു ഒരു തോട്ടം. ഹല്ലേലൂയ. സ്തോത്രം. നോക്കണമേ, തകർക്കുവാൻ പല പദ്ധതികൾ യോസേഫിന്റെ ജീവിതത്തിൽ വന്നു. നമുക്കറിയാതെ എടുക്കുന്ന കാര്യമില്ല. യോസേഫിനെ കുറിച്ചുള്ള എല്ലാ ഭാഗം നിങ്ങൾക്ക് അറിയാം. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവത്തിൽ ഇവിടെ പറയുന്നു. അത് ഞാൻ അങ്ങോട്ടുള്ള ഭാവം ഒന്നും എടുക്കുന്നില്ല. നോക്കലൂടെ പറയുന്നു, അവൻ ഒരു ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. അവന് തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ നീരവരെ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ കൊമ്പുകൾ ഉണ്ടല്ലോ, മതിന്മേൽ പടരുന്നു. സ്തോത്രം. ആ കൊമ്പുകളെ, അവന്റെ ജീവിതത്തിലുള്ളതായ വിഷയങ്ങൾക്ക് അവൻ ദൈവം കൊടുക്കുന്ന വിടുതലുകളെ, അത് വെറുതെ ഉള്ളതല്ല. അതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. അനേക ഇടങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവനൊരു അനേക വ്യക്തികൾക്ക് ഒരു ആശ്വാസം പകരുന്ന വ്യക്തിയാ. ഹല്ലേലൂയ. നമുക്കറിയാം. ഞാൻ ഭാഗമെടുക്കുന്ന യേശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നു, അവിടെ ഒരു മുന്തിരിവള്ളി വന്ന് കൊണ്ടുവന്ന് നട്ടു. എന്നാൽ കാച്ചതോ കാട്ടുമുന്തിരിങ്ങയാത്രേ. ഹല്ലേലൂയ. ഞാൻ എടുക്കുന്നില്ല കേട്ടോ, സമയത്തുള്ള ഭാഗമൊന്നും എടുക്കാത്തത്. കാട്ടുമുന്തിരിങ്ങയാത്രേ അവിടെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ചക്കിട്ടു, കുഴിച്ചിട്ടു, വേലി കെട്ടി, കല്ല് പെറുക്കി കളഞ്ഞു. സ്തോത്രം. ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ പ്രതീക്ഷിക്കാതെ വന്നത് എന്താണ്? ഒരു കാട്ടുമുന്തിരിങ്ങ. നോക്കണമേ. സ്തോത്രം. നല്ലൊരു മുന്തിരിവള്ളിയാ കൊണ്ടുവന്ന് നട്ടത്. പക്ഷേ അതിൽ ഫലം പുറപ്പെട്ടതോ ഒരു കാട്ടുമുന്തിരിങ്ങ. അത്ര എന്ത് ചെയ്യണം? ആ കാട്ടുമുന്തിരിങ്ങ മാറിപ്പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ നമ്മൾ ചെയ്യണം, വൃത്തിയാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പോട്ടെ, സാരമില്ല, ഇനി ഒന്നുകൂടെ ചക്കിന് നേരെയാക്കി അതിന്റെ കല്ലുകളെ പെറുക്കിക്കളഞ്ഞ് നേരെ കെട്ടുവാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. ഇങ്ങനെ ചെറുകുറുക്കന്മാർ നമ്മുടെ മുന്തിരിവള്ളിയെ പറിച്ചു കളയുവാൻ കടന്നു വരാ. അതിനു മുമ്പിൽ നാം ഭാരപ്പെടേണ്ടവരല്ല. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സുവിശേഷം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ മുന്തിരിവള്ളി? നീ അധിക ഫലം കാക്കേണ്ടതിനെ, സ്തോത്രം, നിന്റെ ഫലം നിലനിൽക്കേണ്ടതിനെ തന്നെ ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യോസേഫ് ഫലമുള്ള ഒരു വ്യക്തിയാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയെ തകർക്കുവാൻ പല വിഷമതകൾ, ഭാരങ്ങൾ ജീവിതത്തിൽ വന്നു. പക്ഷെ വില്ല് ഉറപ്പോടെ നിന്നു. ഒരു പുതിയ വില്ല്. ഹല്ലേലൂയ. പുതിയ അനുഭവം, ഉറപ്പിന്റെ വിശ്വാസത്തിന്റെ ഉടമയാക്കി യോസേഫിനെ തീർത്തെടുക്കുവാനിടയായി തീർന്നു. ദൈവം പാറയായ എന്ന ക്രിസ്തുവിൽ അവൻ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല. പൊട്ടക്കിണറ്റിന്റെ അവസ്ഥയിൽ കടന്നുകൊണ്ടും ദൈവത്തെ നിലവിളിക്കുവാൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, ആഴത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായപ്പോൾ അവന് ദൈവം പുറത്തു കൊണ്ടുവരിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ചില വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഏലിയാമ്മ സിസ്റ്ററെ പ്രാർത്ഥിച്ചോ കേട്ടോ. നീ പുറത്തു വരാൻ പോകുന്ന സിസ്റ്റർ ഏലിയാമ്മ. ഹല്ലേലൂയ.
നീ തകർച്ചയുടെ വക്കിലാണ് ആയിരിക്കുന്നത്. ഒരു കുഴിയിൽ കിടക്കുന്ന വ്യക്തിയെ പോലെയാണ് നീ ആയിരിക്കുന്നത്. സ്തോത്ര, ഇന്ന് നിന്നെ പുറത്തെടുക്കുക. ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്. സ്തോത്രം, നിന്റെ ഭാരം ഇന്ന് അഴിയുവാൻ പോകുകയാണ്. ഹാലലിയ. പല നാളുകളിൽ രോഗത്തിൽ നീ ഭാരപ്പെട്ടായിരിക്കുന്നു. ഹാലലിയ. എന്റെ ദൈവം പറയുന്നു, നിന്റെ ശരീരത്തിന്റെ അകത്തുപുറത്ത് വ്യാപരിച്ച് നിൽക്കുന്ന രോഗത്തിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിക്കുവാൻ പോകുകയാണെന്ന്. സ്തോത്ര, ഹാലലിയ. ഇവർ നെഞ്ചിന് ചില ഭാരങ്ങൾ, ചില കെട്ടുകൾ, രോഗബന്ധനങ്ങൾ നിന്റെ ശരീരം വിട്ട് അഴിക്കുവാൻ പോകുകയാണ്. സ്തോത്രം, നിനക്ക് ചില പേപ്പറുകൾ ലഭിക്കേണ്ടതുണ്ട് കയ്യിൽ, പക്ഷേ പലപ്പോഴും നിനക്ക് ലഭിക്കുന്നില്ല. നീണ്ടു കിടക്കുന്ന വിഷയങ്ങൾ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. സുഖം, ഈ ദിവസങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അഭിഷേകത്തിൽ മധ്യേ ദൈവം നിനക്ക് അനുകൂലമായ ചേഞ്ചുകൾ വരുത്തുവാൻ പോകുന്നു. പല നാളുകളായി ദുഃഖവും വ്യസനവും പ്രതികൂല ജീവിതത്തിൽ കടത്തിവിട്ടു. സ്തോത്ര, ഹാലലിയ. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ സ്ഥിതിക്ക് ഒരു വ്യത്യാസമാ. ഹാലലി. ഇന്ന് പകൽക്കാലം നിനക്കൊരു പുതിയ വ്യത്യാസം, ഒരു പുതിയ വിടുതൽ. അതേ, ഹാലലിയ. സ്തോത്ര, സ്തോത്രം. അതേ, പേപ്പർ വിഷയങ്ങൾ മധ്യേ ഒരു പുതിയ രേഖ ആത്മാവ് തിരുത്തി കുറിക്കുവാൻ പോകുന്നു. സിസ്റ്റർ, പ്രാർത്ഥിച്ചോ. ഹാലലിയ. നിനക്ക് വേണ്ടി ഒരു പുതിയ ഉത്ഥാനം വിടുതൽ വഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, പഴയ അനുഭവമല്ല, അതിന് നീ മറന്നിട്ട്. സ്തോത്രം, ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിച്ചോ. നിനക്ക് വേണ്ടിയ വെള്ള പേപ്പർ നിന്റെ കയ്യിലേക്ക് ഇതാ വരാൻ പോകുകയാണെന്നും ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. കേട്ടോ, പ്രാർത്ഥിച്ചോ. എന്റെ കർത്താവ് നിന്റെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരുത്താൻ പോകുന്നു. നിന്റെ ഉടഞ്ഞ അവസ്ഥയെ മാറ്റുന്നു. നിന്റെ ശാരീരിക കെട്ടുകളെ അഴിക്കുവാൻ പോകുകയാണ്. സ്തോത്ര, ഹാലലിയ. സ്തോത്രം, ഇന്ന് പകൽക്കാലം നിനക്കൊരു പുതിയ കൃപ തന്ന്, ഒരു പുതിയ ശക്തി പകർന്ന് നിന്നെ മാനിക്കുക ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹാലലിയ. തലയ്ക്ക് കെട്ടുന്ന ഒരു ഭാരം ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. തലയുടെ പുറകസിൽ പലപ്പോഴും വേദനിക്കുന്ന ഒരു ഭാരം. ആമേൻ. അത് മിക്ക സമയവും രാത്രിയിലാ കടന്നു വരുന്നത്. സ്തോത്രം, ആ ഭാരം ഇന്ന് അഴിയുന്നു. പ്രാർത്ഥിച്ചോ. എന്റെ കറുത്ത കെട്ടിനെ പൊട്ടിക്കുവാൻ പോകുന്നു. സിസ്റ്ററെ, ഒരു വിടുതൽ ശരീരത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. സ്തോത്രം, ഹാലലിയ. ഇവിടെ പറയുന്നു, അതെ, യോസേഫിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. നമുക്കറിയാം, ഉറപ്പായ ഒരു വിശ്വാസം. കേട്ടോ, ഒരു പുതിയ വിശ്വാസം നമുക്ക് ദൈവം തരാൻ പോകുന്നു. കേട്ടോ, അത് എന്താണ് വിശ്വാസം? എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അതാ വിശ്വാസം. നിശ്ചയം, ഉറപ്പായ ഒരു വിശ്വാസം. നമുക്കറിയാം, എബ്ബേസ് നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം, അത് പൊളിഞ്ഞു കിടക്കുന്നു. നിശ്ചയത്തോടുകൂടി പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ച വിഷയത്തിന് പരിഹാരം കൊടുത്തു. വിശ്വാസത്തോടുകൂടി, ഉറപ്പോടുകൂടി അതേ ദൈവത്തിൽ നിലവിളിച്ചു. അവന്റെ വ്യസനത്തെ മാറ്റി അവനെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്ര, ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, എങ്ങനെയുള്ള വിശ്വാസമാണ് നീ ആ വിശ്വാസം പ്രാപിക്കുമ്പോൾ? അതേ, വെറും ഒരു വിശ്വാസമല്ല നിനക്ക് ലഭിക്കുന്നത്. സ്തോത്രം, അവിടെ പറയുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ വ്യക്തമായി 11-ന്റെ 6-ൽ പറയുന്നുണ്ട്. സ്തോത്രം, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്ന ഒരു പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കുന്നതല്ലയോ? ഇതാ വിശ്വാസം. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്ന എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ ആര് വരുന്നുവോ, സ്തോത്രം, അവിടെ വിടുതലുണ്ട്. സ്തോത്രം, അമ്മ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിലേ നിന്റെ വിഷയത്തിന് പരിഹാരം തരത്തുള്ളൂ. സ്തോത്രം, അവിടെ ഒരു പ്രതിഫലം ഉണ്ടെന്ന്. കേട്ടോ, ഹാലലിയ. ദൈവം അങ്ങനെ വരുന്നവർ ദൈവം അനുഗ്രഹിക്കുമെന്ന്. അവന്റെ അടുക്കലേക്ക് വിശ്വാസം വന്നാൽ അവിടെ നിന്റെ വിഷയത്തിന് പരിഹാരം തരുമെന്ന്. സ്തോത്രം, ഹാലലിയ. അപ്പൊ ഉറപ്പായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. സ്തോത്രം, നിന്റെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കുവാൻ തയ്യാറാകണമെന്ന്. ഇന്ന് പകൽക്കാലം ഒരു പുതിയ വിശ്വാസം ദൈവം തരാൻ പോകുന്നെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവനെ അനാഥരായി വിടുന്ന ദൈവമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം തകർക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ ഏത് വിഷയത്തിലും പരിഹരിപ്പാൻ, ഹല്ലേലൂയ, ഏത് പ്രശ്നമാകട്ടെ, ഏത് വിധമായ പ്രതികൂലമാകട്ടെ, സ്തോത്രം, നീ വിശ്വാസത്തോട് ഉറപ്പോടുകൂടി നിൽക്കുവാൻ തയ്യാറായാൽ, സ്തോത്രം, നിന്നെ പതറിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, ഉറപ്പായ വിശ്വാസം. അശാന്തിരക മേശകവേദനവും പ്രാപിച്ച ഉറപ്പായ വിശ്വാസം. മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന് വേണ്ടിയുള്ളത് ഉറപ്പായ തീരുമാനം, ഉറപ്പായ ഒരു വിശ്വാസം. 4-ാമനായ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇവിടെ ഇറങ്ങി. ആമേൻ. ചില കെട്ടുകളെ ദൈവം പൊട്ടിച്ചു, ചില വെല്ലുവിളികളെ തകർത്തു. തീക്ക് സൗമാതിര പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്തുണ്ടാകണം? ഒരു ഉറപ്പായ വിശ്വാസം. മറിയയും മാർത്തയും പറഞ്ഞ പോലത്തെ വിശ്വാസമല്ല. കേട്ടോ, മറിയയും മാർത്തയും നല്ല വിശ്വാസമുള്ളവരാ. പക്ഷേ ചെറിയൊരു വിഷയത്തിന് പരിഹാരം ഉണ്ടാ. അത് ചെറിയ അറിയാതെ സംശയം വന്നുപോയി. ഏത് വിഷയത്തിനാ? ലാസറിനെ 4 നാളായി ദൈവം പുറത്തു കൊണ്ട് വന്നപ്പോൾ അവൻ പറയുന്നു, ഇനി നടക്കത്തില്ലെന്ന്. ഒന്ന് വിശ്വാസമുള്ളവരാ. മറിയ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ. പക്ഷേ മറിയക്കല്ലാതെ തെറ്റുപറ്റിപ്പോയി. പറയാൻ സംശയം വന്നുപോയി. മാർത്തയേക്കാൾ പ്രാർത്ഥിക്കുന്നവ മറിയ. തെറ്റുപറ്റിപ്പോയി. സ്തോത്രം, പാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മറിയയാണ്. സ്തോത്രം, പക്ഷെ തെറ്റുപറ്റിപ്പോയി. അവൾക്കറിയാം ദൈവത്തിന് ഒരു നിമിഷം വന്ന് വിടുവിക്കുവാൻ. പക്ഷെ എങ്കിലും തെറ്റുപറ്റിപ്പോയി. അവിടെ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. സ്തോത്രം,
എന്റെ ദൈവത്തിന് ഹാലലി കല്ലറ ഒരു വിഷയമല്ല. എന്റെ ദൈവത്തിന് ഹാലലിയ സ്തോത്ര ഹാലലിയ. എത്ര വർഷം ദൈവത്തിന് ഒരു വിഷയമല്ല സ്തോത്രം. നിന്റെ സർട്ടിഫിക്കറ്റ് ദൈവത്തിന് ഒരു വിഷയമല്ല. നീ ഏത് നിലവാരത്തിലായിരിക്കുന്ന വ്യക്തി എന്ന ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽക്കാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ, അതാണ് നിന്നെ കുറിച്ച് ദൈവം നോക്കുന്നത് സ്തോത്രം. മനുഷ്യൻ നിന്നെ കുറിച്ച് പലതും വിധി എഴുതാം, ദൈവം നോക്കുന്ന ഈ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ. അപ്പൊ നമുക്കൊരു പുതിയ വിശ്വാസം ഉണ്ടാകണം കേട്ടോ. അടുത്ത വിഷയം രാജ്യത്വം പുതുക്കുക. രാജ്യത്വം നമുക്കറിയാമായിരിക്കും. രാജ്യത്വം ഒരു പുതിയ രാജ്യത്വ സ്വന്തം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ. നമുക്കറിയാം അവിടെ എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 19 പറയുന്ന ഒരു വാക്കുണ്ട്. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ പാർസിയുടെയും മേത്തിയുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവിടെ രാജ്ഞസ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. നോക്കണമേ, അവിടെ ഒരു എന്താണ് വരുന്നത്, ഒരു ഹരിസ്തോത്രം കണ്ടത് രാജകൽപ്പനയ്ക്ക് വ്യത്യാസം വരികയാ. ഒരു പുതിയ രാജ്യത്തിന് തുടക്കം കുറിക്കുക. വസ്തി ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. കുറെ നാളുകളെ വസ്തി രാജസ്ഥാനത്ത് കയറിന്നിട്ട് ഒന്നും നടക്കുന്നില്ല സ്തോത്രം. അമ്മേ, അതുകൊണ്ട് ഇനി അവർക്ക് വരെ വേറൊരുത്തി വേണം. അവിടെ നോക്കണേ, മനുഷ്യർ എഴുതി വെച്ച നിയമമാ. എത്ര ദൈവം എഴുതി വെച്ചാലും മനുഷ്യർ എഴുതി വെക്കുന്ന നിയമം ദൈവം മാറ്റും. ദൈവം എഴുതി വെച്ച നിയമം അല്ല കേട്ടോ. അവിടെ പാർസ്യരും മേർസ്യരുമായിട്ട് അത് മേത്തിനുമായിട്ട് എഴുതി വെച്ച നിയമം ഒരിക്കലും നീക്കിക്കൂടാൻ കഴിയാത്ത നിയമമാ. പക്ഷെ നീക്കി മാറ്റുവാനിടയായി ഒരു പുതിയ രാജ്യത്വം അവിടെ ഉണ്ടാകണം. അതിനു വേണ്ടിയ ഹാലിസ്തു അങ്ങനെ ഉണ്ടായത്. അതിന്റെ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു സ്തോത്രം, രാജാവിന് ബോധിച്ച യുവതി വസ്തിക്ക് വരെ രാജ്ഞിയായിരിക്കട്ടെ. ഹാലലിയ. ഈ കാര്യം രാജാവിന് ബോധിച്ചു, അവൻ അങ്ങനെ തന്നെ ചെയ്തു. രാജ്യത്വം പുതുക്കി. ഒരു പുതിയ രാജപദവി വന്നു. എന്താ? പ്രാർത്ഥിക്കുന്നവളായ എസ്തേർ, കരയുന്നവളായ എസ്തേർ. ഹല്ലേലൂയ. ദൈവത്തിൽ മുട്ടുമടക്കുന്ന ഒരു വ്യക്തിയാണ് സ്തോത്രം. അതുകൊണ്ട് അവൾ വന്നാലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അത് രാജാവിന് ദൈവം മുൻകൂട്ടി ആലോചന കൊടുത്തു സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചെയ്യാതെ ഒന്നും നടക്കത്തില്ല, ദൈവം പറയാതെ ഒന്നും നടക്കത്തില്ല സ്തോത്രം. വചനം പറയുന്നു, നിന്റെ നാവിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പറയണമെങ്കിൽ അത് ദൈവം അറിയാതെ ഒന്നും വരുന്നതെന്നല്ല. എത്തവർക്ക് വിശ്വസിക്കാൻ കഴിയും. ആമേ. നിന്റെ ഗമനത്തെയും ആംഗനത്തെയും നന്നായി അറിയുന്ന ദൈവം, ശോധന ചെയ്യുന്ന അറിയുന്ന ദൈവം, നന്നായി അറിയുന്ന ദൈവ സ്തോത്ര. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി അതേ കൃത്യമായി ചെയ്തിരുന്ന ദൈവ സ്തോത്ര. ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇവിടെ പറയുന്നു, മുൻകൂട്ടി ദൈവം ആലോചനക്കാരനായി കൂടെ ഉണ്ടായിരുന്നു. മേത്യരും പാർസ്യരും എഴുതി വെച്ച ആ നിയമത്തെ തെറ്റിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്നാൽ എന്റെ ദൈവം വയ്ക്കുന്ന നിയമമോ അത് തെറ്റിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതാണ് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ ദൈവത്തിന്റെ വാക്ക് മാറാത്തവൻ സ്വതം. നമ്മുടെ ദൈവം ഒരിക്കലും വാക്ക് മാറിപ്പോകത്തില്ല സ്വതം. ഇവിടെ ഒരു പുതിയ രാജ്യത്തിന് വേണ്ടി എസ്തേറിനെ നിയമിക്കുവാനിടയായി തീർന്നു. പുതിയ രാജ്ഞി വേണം. ആ രാജ്ഞി വന്നാലേ ഹല്ലേലൂയ ദൈവത്തിന് അവിടെ ആ രാജ്യത്തിൽ വല്ലതും നടക്കത്തുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള നിലവാരം ഉണ്ടാവുകയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് എനിക്കൊരു പുതിയ അനുഭവം വേണം, എനിക്കൊരു പുതിയ അഭിഷേകം വേണം സ്തോത്രം. അതെ, ആ പുതിയ അഭിഷേകം അപ്പോസ്തലന്മാർ കൂടിയപ്പോൾ ഉണ്ടായ അഭിഷേകം അപ്പോസ്തല പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. 2-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു സ്തോത്രം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിന് മുഴക്കമുണ്ടായി, അവരിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജോല പുലർന്നിരിക്കുന്ന നാവുകളൊക്കെ പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇന്നൊരു പുതിയ അഭിഷേകം അതേ ആയിരിക്കുന്ന വ്യക്തികൾക്ക് തരാൻ പോവുകയാണ് സ്തോത്രം. കഴിഞ്ഞ കാലം നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഇന്ന് പകൽക്കാലം പിടിക്കുവാൻ തയ്യാറായിക്കോ സുഖം. ഇന്ന് എനിക്ക് അഭിഷേകം വേണം. ശിംശോന്റെ മേൽ വന്ന അഭിഷേകം. ആമേൻ. ശിംശോന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ 1, 2, 3 പറഞ്ഞേ. ഹല്ലേലൂയ. ചില മലകളെ ചവിട്ടിക്കയറുവാള മുഖാന്തരം ഒരുക്കി 1000 പേരെ കൊന്നെടുക്കുവാള ദൈവത്തിന്റെ കൃപ കൊടുത്തു സ്തോത്ര. ഹല്ലേലൂയ. കയ്യിൽ കിടന്നതായ ഹല്ലേലൂയ ആ ചണനൂലിനെ ദൈവം പൊട്ടിച്ചു മാറ്റുവാനിടയായി. അഭിഷേകം വന്നപ്പോൾ ചില വിടുതലൊക്കെ നടക്കുവാനിടയായി സ്തോത്ര. ഹല്ലേലൂയ. എന്നാൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ശിംശോൻ കളിപ്പാവയായി മാറി. നോക്കണം, അതും നമ്മൾ ചിന്തിക്കണം കേട്ടോ. അഭിഷേകം ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. അഭിഷേകം നഷ്ടപ്പെട്ടു പോയപ്പോഴോ കളിപ്പാവ ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഈ ദിവസങ്ങളില് നിന്റെ അഭിഷേകത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ തയ്യാറായിക്കോ സുഖ. ഒരു പുതിയ പ്രാർത്ഥന ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു വിഷയം നിനക്ക് ഉണ്ടാകട്ടെ സുഖ. പഴയ കാലത്തെ അനുഭവങ്ങളെ ഒന്ന് വിട്ടെറിയുവാൻ തയ്യാറായിക്കോ. അതേ നിമ്മി പ്രാർത്ഥിച്ച സുസ്ഥേ. ഹല്ലേലൂയ. നിമ്മി ഒരു സഹോദരി ആത്മാവ് വെളിപ്പെടുത്തുന്നു കേട്ടോ സ്വത്രം. അമ്മേ, നിനക്കൊരു ചെറിയ കാര്യം നിന്റെ ഭാഗത്തുനിന്ന് നിറവേറുന്ന സമയങ്ങളായിട്ടുണ്ട് സിസ്റ്ററെ. പ്രാർത്ഥിച്ചോ.
ആമേൻ. ചില മറഞ്ഞിരിക്കുന്ന ബന്ധനങ്ങൾ അടിയുവാൻ പോകുന്നു കേട്ടോ. കഴിഞ്ഞ കാലങ്ങൾ ചിലത് നീ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചു ലഭിച്ചില്ല. ആത്മാവ് പറയുന്നു നിന്റെ കയ്യിലെ അവകാശം വരാൻ പോകുന്നു കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ആരൊക്കെ ചെന്ന് തട്ടിമാറ്റി നിന്റെ അവകാശം, നിനക്ക് ലഭിക്കേണ്ട അവകാശം ആരൊക്കെ ചെന്ന് തട്ടിമാറ്റി സ്തോത്രം, ആരുടെ കയ്യിൽ വെച്ചിരിക്കുന്നു? ഇന്ന് ആത്മാവ് പറയുന്നു അത് നിന്റെ കയ്യിൽ വരേണ്ട സമയമായി. നഷ്ടങ്ങൾ നിന്റെ കയ്യിൽ ഇതാ ദൈവം തരാൻ പോകുന്നു കേട്ടോ സഹോദരി. ഹല്ലേലൂയ സ്തോത്രം. നഷ്ടമായി പോയി നന്മകൾ നിന്റെ കയ്യിലേക്ക് ഇതാ വരാൻ പോകുകയാണ്. നീ പ്രാർത്ഥിച്ചോ സ്തോത്രം. ഈ ദിവസങ്ങൾ സാമ്പത്തികമായി നീ വല്ലാതെ ഭാരപ്പെട്ടായിരുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ സാമ്പത്തികമായ വിഷയങ്ങൾ മറ്റു നീ അത്ഭുതം കാണുവാൻ പോകുന്നുണ്ട് സ്തോത്രം. ഈ ദിവസങ്ങൾ നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ കർത്താവ് നിനക്ക് തരുവാനായിട്ട് പോകുകയാണ് സ്തോത്രം. മനം തകർന്നിരിക്കുന്ന വിഷയങ്ങളെ മേൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. ചിലരെ ഓർത്ത് നീ ഭാരപ്പെട്ടു പോകാറുണ്ട് സ്തോത്രം. മനുഷ്യരോട് പറയാത്ത വിഷയങ്ങൾ, അത് രഹസ്യമായി സൂക്ഷിക്കുന്ന വിഷയങ്ങൾ ആത്മാവ് പറയുന്നു നിന്റെ കയ്യിലേക്ക് അവകാശം തരാൻ പോകുന്നു കേട്ടോ സിസ്റ്റർ. പ്രാർത്ഥിച്ചോണം കേട്ടോ സിസ്റ്റർ. ആമേൻ. സ്തോത്രം. തരും. നിനക്ക് ലഭിക്കേണ്ട അവകാശത്തിന്റെ കയ്യിൽ തരും. നിനക്ക് തരാതെ മാറ്റി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ നിനക്ക് തരാൻ പോകുന്നെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ ദിവസം നീ മുട്ടുമടക്കി പ്രാർത്ഥിച്ചോ. ദൈവം നിനക്ക് വേണ്ടി സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വരുത്തി നിന്നെ മാനിക്കുവാനായിട്ട് പോകുന്നു സിസ്റ്ററെ. ഹല്ലേലൂയ. അതേ ഡേവിഡ് ജോസഫ് സഹ പാസ്റ്ററെ പ്രാർത്ഥിച്ചു. ശുശ്രൂഷകൾ ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. ആമേൻ. ശുശ്രൂഷയുടേതായ കാലഘട്ടങ്ങൾ മുന്നിലുണ്ട് പാസ്റ്റേ. പല അപകട വർത്തങ്ങൾ സൃഷ്ടിക്കുവാൻ, വാഹനത്തെ പൊളിച്ചു കെട്ടുവാൻ ശത്രുവാൻ വെല്ലുവിളിച്ച സ്ഥാനത്ത് അവിടെയൊക്കെ ദൈവം നിലനിർത്തിയ ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പല സമയവും ഓട്ടസഞ്ചിയുടെ അവസ്ഥ പോലെ ഭാരപ്പെട്ട ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവിടെയൊക്കെ ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തിയ ദൈവമുണ്ട്. ഭാരപ്പെടണ്ട, ദൈവം കൈ നന്മകൾ തരാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ആയിരിക്കുന്ന സാന്നിധ്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവം നിനക്ക് ദൈവദാസന് വേണ്ടി ദിവസങ്ങൾ പുതിയ വഴികൾ തുറക്കുവാൻ പോകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ചില പുതിയ വരവുകൾ, പുതിയ നന്മകൾ കയ്യിലേക്ക് വരാൻ പോകുന്ന ദൈവദാസരെ. ഹല്ലേലൂയ. പലപ്പോഴും ശുശ്രൂഷയിൽ പോലും ഉയരുവാൻ കഴിയാതെ, ശുശ്രൂഷയിൽ പോലും മുന്നേറുവാൻ കഴിയാതെ, പ്രാർത്ഥി ജയമെടുക്കാൻ കഴിയാതെ ഒതുക്കുന്ന വിഷയങ്ങൾ മധ്യേ ആത്മാവ് പറയുന്നതാ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ് സ്തോത്രം. പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ചില പുതിയ ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ പോകുകയാണ്. ചില പുതിയ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ പോകുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസം അറിയപ്പെടാത്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദിവസങ്ങളിലെ ആഗ്രഹം നിനക്ക് അതന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവം എന്റെ കർത്താവ് ഇന്ന് കാണുന്ന ഞെരുക്കങ്ങളെ മാറ്റി, ഇന്ന് കാണുന്നതായ ഹല്ലേലൂയ പോരാട്ടങ്ങളെ അടിച്ച് ദൈവത പുറത്തെടുക്കുവാൻ പോകുകയാണെന്ന് സ്തോത്രം. ദൂത് വിളിച്ചു പറയുകയാണ്. പ്രാർത്ഥിച്ചോ. എന്റെ കർത്താവ് ശാരീരമായ ചില കെട്ടുകളെ പൊട്ടിക്കുന്നു. ശുശ്രൂഷ ബന്ധിച്ച ചില പോരാട്ടങ്ങളെ അഴിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു പുതിയ കൃപ, അല്ലെങ്കിൽ പുതിയ ശക്തി പകരുവാൻ പോകുന്നു. ഹല്ലേലൂയ സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദേവദാസനെ ഏറ്റെടുത്തോ രാജ്യങ്ങളിൽ കൊണ്ടുപോകുവാൻ പോകുകയാണ്. അനേക സ്റ്റേജുകൾ നിർത്തുവാൻ പോകുകയാണ് സ്തോത്രം. അധികാരത്തോട് അഭിഷേകത്തോട് എഴുന്നേൽപ്പിക്കുന്ന നാളുകൾ മുന്നിലുണ്ടെന്ന്. ഹല്ലേലൂയ സ്തോത്ര. ഹല്ലേലൂയ. ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ് സ്തോത്രം. സിന്ധു സുരേഷ് പ്രാർത്ഥിച്ചു. സിന്ധു സുരേഷ് സിസ്റ്റേ, നിന്റെ ഭാരം എന്താണ് ദൈവത്തിന് അറിയാം. ഇന്റർവ്യൂകളും ടെസ്റ്റുകളും ചില വ്യക്തികൾക്ക് ഭവനത്തിന്റെ ഉള്ളിൽ നടന്നു എങ്കിലും ഒരു വിജയം കാണുവാൻ കഴിയാതിരിക്കുന്ന വിഷയം ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ആമേൻ സ്തോത്രം. നല്ല ഒരു ഉപജമാർക്ക് ലഭിച്ചിട്ടില്ല. പല ഇന്റർവ്യൂകളും എഴുതി, ടെസ്റ്റുകൾ എഴുതി, പക്ഷേ ഒരു പരാജയമാണ് മുന്നിൽ കാണുന്നത്. സ്തോത്രം. പേപ്പറുകൾ ശരിയാവുന്നു. പ്രാർത്ഥിച്ചോ. പേപ്പറുകൾ ശരിയാവുന്നു. ചില മണി ഓർഡറുകൾ ഹല്ലേലൂയ ലഭിക്കുവാൻ പോകുന്നെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യുവാൻ പോകുന്നെന്ന്. സ്തോത്രം. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. മുട്ടുമടക്കി തോന്നുന്നു വെറുതാവല്ല. ദൈവസ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ പോകുന്ന സഹോദരി. ഹല്ലേലൂയ. ആമേൻ. ചില ഇടപാടുകൾ നടക്കുന്നുണ്ട്. ചില രജിസ്ട്രേഷനുകൾ നടക്കുവാൻ പോകുന്നുണ്ട്. ആമേൻ സ്തോത്രം. നടത്തി ഈ ദിവസങ്ങൾ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ പോകുന്നു. ഭവനത്തിൽ മറിഞ്ഞിരിക്കുന്ന മൂടുപടങ്ങൾ അഴിയുവാൻ പോകുന്നുണ്ട്. ബന്ധിച്ചു വെച്ചിരിക്കുന്ന വെല്ലുവിളികൾ തകരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം മുട്ടുമടക്കിക്കോ. ദൈവം തന്നെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ പോകുകയാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ അനുഭവം. നമ്മൾ കുറെ ഭാഗങ്ങൾ വായിച്ചു അല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് ഹല്ലേലൂയ ഒരു പുതിയ അനുഭവം തരാൻ പോകുകയാണ്. കഴിഞ്ഞ കാലത്തെ അനുഭവത്തെ മാറ്റി, കഴിഞ്ഞ കാലത്തെ അവസ്ഥകളെ മാറ്റി ഇന്നു മുതൽ ദൈവം ഒരു പുതിയതായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. പഴയ തുരുത്തി പൊളിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇതാ ഒരു പുതിയ തുരുത്തി വച്ചിരിക്കുകയാ. രഹസ്യ പഴയ തുരുത്തി വച്ചിരുന്നാൽ പറ്റത്തില്ല, അത് പൊളിഞ്ഞു പോകുമെന്ന്. ഇനി ഒരു പുതിയ തുരുത്തിയാണ് ആവശ്യം. നിന്റെ കടൽ ദാരിദ്ര്യം ഒഴുകട്ടെ. നിന്റെ കടൽ തുരുത്തിയിൽ ഒഴിക്കട്ടെ. ഇന്ന് പകൽക്കാലം നീ കരഞ്ഞു പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നിനക്ക് ഇടപെടുവാൻ പോകുകയാണ്. സ്തോത്രം. നിന്റെ പൊളിഞ്ഞു പോയ അനുഭവങ്ങൾ ദൈവം ഇന്ന് പകൽക്കാലം അതേ രഹസ്യക്ക് ഒന്നുകൂടെ ഹല്ലേലൂയ ശക്തിയോട് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. എവിടെയാണ് വന്നുപോയ കുറവുകൾ കണ്ടുപിടിച്ച് ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ തയ്യാറായിക്കോ.
ദാനിയേൽ മുട്ടുമടക്കുവാൻ തയ്യാറായിക്കോ സ്വന്തം. യോ മുട്ടുമടക്കുവാൻ തയ്യാറായിക്കോ സ്വന്തം. ദൈവം ശ്രദ്ധിക്കുക, ചില വ്യക്തി ജീവിതങ്ങളുടെ വ്യത്യസ്ത വിഷയങ്ങൾ മധ്യേ ദൈവത പരിഹാരം അയക്കുവാൻ പോകുകയാണ്. ചില കെട്ടുകളെ പൊട്ടിക്കുവാൻ പോകുന്നു. ചില അന്ധകാരം ഇന്ന് പകൽക്കാലം അഴിയുവാൻ പോകുന്നുണ്ട്. സ്വതന്ത്ര ഹാലേസ് ഈ ദിവസങ്ങളിൽ ഹാലേലുയ അതേ ഒരു പുതിയ പ്രത്യാശ എനിക്ക് വേണം. ആർക്ക് വേണം? യോ പ്രാപിച്ച ഒരു പുതിയ പ്രത്യാശ. അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനായി കാത്തിരിക്കുമെന്നുള്ള വിശ്വാസം. ഒരു പുതിയ പ്രത്യാശ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രം ഈ പുതിയ ഞാൻ എന്റെ പ്രിയനെ കാണും. എന്റെ സ്വന്തം കണ്ണാൽ കാണും. അതേ ഹല്ലേലൂയ, നഗനായി ഞാൻ ലോകത്തിൽ വന്നു, നഗനായി ലോകം വിട്ട് ഞാൻ പോകും. പ്രത്യാശ കൊണ്ടോ ഹല്ലേലൂയ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകേണ്ടവരല്ല. ഈ ദിവസങ്ങൾ കർത്താവിനോട് പറ, എനിക്കൊരു പുതിയ പ്രത്യാശ വേണം. ആമേൻ. ഈ ദിവസങ്ങളിൽ എനിക്ക് പ്രത്യാശയുള്ള ഒരു ജീവൻ നയിക്കുവാൻ മുന്നോട്ട് പോകണം. ആ നിത്യതയ്ക്ക് എനിക്ക് ഓഹരിക്കരായി തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ആമേൻ. ഈ ദിവസങ്ങൾ ചില വാഗ്ദത്തങ്ങൾ നിറവേറേണ്ട സമയങ്ങളായിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങൾ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വാഗ്ദത്തങ്ങൾ ദൈവം തരുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഒതുങ്ങിക്കിടക്കുന്ന മേഖല പോലെ പുറത്തിറങ്ങുവാൻ കഴിയാത്തതുപോലെ ബന്ധിച്ചു വെച്ച മേഖലയിൽ നിന്ന് ദൈവം പുറത്തെടുക്കുവാൻ പോകുകയാണ്. അതിരുകളെ വിശാലപ്പെടുത്തുവാൻ പോകുകയാണ്. ലഭിക്കുന്ന നന്മകൾ കയ്യിൽ വരാൻ പോകുകയാണ്. ഈ ദിവസം സ്ഥിതിക്കുന്ന ഒരു വ്യത്യാസം വരാൻ പോകുകയാണ്. അനേകര് പറഞ്ഞ നിനക്കൊരു ഒരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ലെന്ന് ആത്മാവിനോട് ശക്തമായി ദൂത് വെളിപ്പെടുത്തുകയാണ്. സിസ്റ്റേ, ഈ ദിവസങ്ങൾ നിന്നെ പുറത്തെടുക്കുവാൻ പോകുകയാണ്. ലോകം നിന്നെ മാനിക്കുവാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ശാരീരികമായ ചില ക്ഷീണങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റുകയാണ്. അത് ഉദര സംബന്ധമായ ചില പോരാടുന്നത് ശരീരത്തിൽ കുറച്ച് നാളുകളായി നീ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പകൽക്കാലം നീ വന്നത് വെറുതെയല്ല. നിന്റെ ഉദരത്തിന്റെ ചില കെട്ടുകൾ ദൈവം പൊട്ടിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ എവിടെയോ ഉദരത്തിലെന്തോ ഇരിക്കുന്നു തോന്നിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ നിന്റെ ശരീരം വിട്ട് ഇന്ന് പകൽക്കാലം അടിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ബന്ധനത്തെ അരിക്കുവാൻ പോകുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിലുള്ള ബന്ധനം, അതേ കിടന്നുറങ്ങുവാൻ കഴിയാതെ ഉറക്കത്തെ നഷ്ടപ്പെടുന്ന പോരാട്ടങ്ങൾ, നിന്റെ ശരീരത്തെ ബന്ധിച്ചൊതുക്കുന്ന പോരാട്ടങ്ങൾ അഴിയുവാൻ പോകുന്ന സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ദൈവം നിന്നെ പുറത്തിറക്കുവാനായിട്ട് പോവുകയാണ്. വെളിച്ചം പ്രകാശിക്കുവാനായിട്ട് പോവുകയാണ്. നഷ്ടപ്പെട്ടു പോയ ചില വെളിച്ചങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് ഇന്ന് പകൽക്കാലം തരുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ശത്രുവിന്റെ ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടിക്കുവാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിച്ചോ. ദിവസങ്ങളിൽ ഹല്ലേലൂയ. ഇന്ന് കാണുന്ന മാറയുടെ അവസ്ഥ ശരീരം വിട്ട് മാറുന്നു. കയ്പിന്റെ അവസ്ഥകൾ പരാജയം വിട്ട് മാറുന്നുണ്ട്. ആരൊക്കെ ചേർന്ന് പരാജയപ്പെടുത്തി ചില മണ്ഡലങ്ങൾ നീ ആയിരിക്കുന്നുണ്ട്. സ്തോത്രം. കൈപ്പേറി മാറുള്ള അവസ്ഥയിലേക്കൂടെയാണ് നീ മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. നിനക്ക് പലപ്പോഴും ഹല്ലേലൂയ നീറുള്ള ദേശത്തേക്ക് വരുവാൻ കഴിയാതെ വണ്ണം അതേ പലപ്പോഴും ഹല്ലേലൂയ മരുഭൂമി സൗമാനത്തിലെ വിഷയം കൊണ്ട് നീ മുന്നോട്ട് പോകുന്നുണ്ട്. എന്റെ ദൈവം പറയുന്ന സിസ്റ്റർ, ഈ ദിവസങ്ങളിലെ നിന്റേതായ വിഷയങ്ങളെ പറ്റി പരിഹാരം കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കുറെ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കരയുന്നു, പക്ഷെ നിനക്കൊരു മറുപടി കാണുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ച് നാളുകളായി ദൈവസ്ഥനെ മുട്ടുമുടക്കുന്നു, നിനക്ക് വിഷയത്തിന് പരിഹാരം കാണുവാൻ കഴിയുന്നില്ല. ഭവനത്തിന്റെ ഉള്ളറയിൽ പലപ്പോഴും സ്വസ്ഥതയും സമാധാനം പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ ബന്ധിച്ചു വെച്ച മേഖലയിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. സ്വന്തം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നീ മുട്ടുമടക്കുന്നു എന്ന് ഭർത്താവല്ല, നിന്റെ കൈ ലഭിക്കുന്ന നിന്റെ കൈ വരിക തന്നെ ചെയ്യും. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളെ നിനക്ക് മറുപടി തരുവാൻ പോകുന്നുണ്ട്. സ്വന്തം ഇന്ന് പകൽക്കാലത്ത് സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ, നീ ആയിരിക്കുന്ന ഭവനത്തിന്റെ ഉള്ളറയിൽ നിന്റേതായ ജീവിത മണ്ഡലത്തിൽ മേൽ ദൈവത്തിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയാണ്. സ്വന്തം പൂജകൾ മാറുന്നുണ്ട്. ആ ദേശത്ത് ഒതുക്കി വെച്ചില്ല പൂജകൾ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. ചില വ്യക്തി ജീവിതങ്ങൾ ചേർന്ന് പൂജകൾ നടത്തി ഈ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ബന്ധുക്കളാ ആമേൻ. സ്തോത്രം. വ്യക്തി വൈരാഗ്യങ്ങൾ ഇട്ട് വെല്ലുവിളിച്ച് വാദിക്കുന്ന കെട്ടുകൾ അഴിയുന്നു. കേട്ടോ, പ്രാർത്ഥിച്ചോ. ആഹാരഗസ്ത ദൈവർക്കലവ വേറെ ആര് പോലെ വീട്ടുകാരാ ശത്രുക്കൾ. ആമേൻ. പൂജകൾ ചെയ്യുന്നവരുണ്ട്, പൂജകൾ നടത്തും മന്ത്രവാദങ്ങൾ ചെയ്യുന്നവരുണ്ട് നിന്നെ തകർത്ത് കളയുവാൻ. കുറെ നാളുകൾ നോക്കി അവിടുന്ന് ഓട്ടിച്ച് കളയണമെന്ന്, പക്ഷെ പറ്റത്തില്ല. സുധർ, നിന്റെ പാർപ്പ് അവിടെയാ. നീ അവിടെ പാർക്കും, നീ അവിടെ വെച്ച് നന്മ അനുഭവിക്കുക. സുധർ, നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. കേട്ടോ, പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ തലയുടെ ചില ഭാരങ്ങൾ ദൈവം അഴിക്കുവാൻ പൊട്ടിക്കുവാൻ പോകുകയാണ്. നെഞ്ചിന്റെ ചില ഭാരങ്ങളെ ഇന്ന് പൊട്ടിക്കുവാൻ പോകുകയാണ്. നീ അനുഭവിക്കുന്ന തീരാവേദനകളെ ഇന്ന് തകർക്കുവാൻ പോകുകയാണ്. സുധർ, നിന്റെ ശരീരത്തിന്റെ ഉള്ളറകളെ ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇറങ്ങുവാൻ പോകുകയാണ്. ഓമനസത്തെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിഷയത്തിൽ പരിഹാരം വരുത്തുകയാ. കഴിഞ്ഞ നാളുകൾ ചിലയിടത്തൊക്കെ ഇറങ്ങിയിട്ട് നിനക്ക് ആനുകൂല്യം ലഭിച്ചിട്ടില്ല, ആ അവകാശം നിനക്ക് ലഭിച്ചിട്ടില്ല. എന്റെ ദൈവം പറയുന്നത് എനിക്ക് ഇറങ്ങി തിരിച്ചു അതേ എല്ലായിടത്തും പോകേണ്ട കാര്യമില്ല. സുഖം നിനക്ക് അവകാശപ്പെട്ടത് നിന്റെ കയ്യിലേക്ക് ഇത് വരാൻ പോകുന്നു. നീ അങ്ങോട്ട് പോകേണ്ടി വരികയില്ല. നിന്നെ തേടിയെത്തുവാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചോ.
നിനക്കുള്ളത് നിനക്ക് നിന്റെ കയ്യിൽ തരും. അത് നീ അങ്ങോട്ട് ചെന്ന് വാങ്ങേണ്ടി വരികയില്ല. നിനക്കുള്ള അവകാശം നിന്റെ കയ്യിലേക്ക് തരാൻ പോകുകയാണ്. ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം വല്ലാതെ കുരുക്കി വെച്ചിരിക്കുന്ന കെട്ടുകൾ, നിന്നെ വല്ലാതെ ഇറക്കി വെച്ചിരിക്കുന്ന കെട്ടുകൾ, നിന്നെ വിശാന്ത കാണുവാൻ കഴിയാതെ ബന്ധിച്ചിരിക്കുന്ന കുരുക്കുകൾ, ഹാലേലൂയ, പലപ്പോൾ തളർച്ചയിട്ട് വെല്ലുവിളിയിട്ട് മരണപ്രാളങ്ങളിട്ട് ഭയമിട്ട് ഭീതിയിട്ട് വെല്ലുവിളിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിയുവാൻ പോകുകയാണ്. ചില മരണ ഭയങ്ങൾ പോലെ പ്രാണൻ ദോഷപ്പെടുന്ന ബന്ധനങ്ങൾ, അത് ഭയപ്പെടുന്ന ദുഷ്ടവ്യാപാര ശക്തികൾ നിന്റെ ശരീരം വിട്ട് മാറുകയാണ്. ഹാലേലൂയ, ഇന്ന് പകൽക്കാലം അഴിയാത്ത ബന്ധനങ്ങൾ, അഴിയാത്ത കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുവാൻ പോകുകയാണ്. നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അതെ, വീണാജി സിസ്റ്റർ പ്രാർത്ഥിച്ചോ. ഈ സൂമിനെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്ന സിസ്റ്ററെ. ഹാലേലൂയ, തലമുറകൾ അനുഗ്രഹിക്കും കേട്ടോ സിസ്റ്റർ. ഒന്നല്ല, പലവട്ടം നീ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മധ്യേ രാജ്യങ്ങൾ കീഴടക്കുന്നത് പോലെ രാജ്യങ്ങൾ കീഴടക്കുന്നവരായി തിരുവന്ന്. ഹാലേലൂയ, പലമായ നിലവാരത്തിൽ ഭാഷകൾ പഠിപ്പിച്ച് സ്വത്രാഹാര വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയി ആളുകൾ മാനിക്കുന്ന ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ചില വാക്തത്വങ്ങൾ അവരിലൂടെ ചെയ്തെടുക്കും സിസ്റ്ററെ. ഹാലേലൂയ, ദിവസങ്ങൾ കർത്താവിന്റെ രാജ്യങ്ങൾ പിടിച്ചെടുക്കും. ചില അവകാശങ്ങൾ അവരെ കയ്യിലേക്ക് വരും. ഈ ദിവസങ്ങളിൽ ഹാലേലൂയ അവരെ മാനിക്കുവാൻ പോകുന്നു. അവരെ സർട്ടിഫിക്കറ്റ് കൈ ലഭിക്കുവാൻ പോകുന്നു. അവർ ലഭിക്കേണ്ട പേപ്പറുകൾ അവരെ കയ്യിലേക്ക് വരും. നല്ല വിജയത്തിന്റെ മണ്ഡലം അവർക്ക് ഒരുക്കുവാൻ പോകുകയാണ്. സ്വതം അത് ഈ ദിവസങ്ങളില് പണ്ടൊരു കാലം നിന്ന് അനുഭവിച്ചു, പീഡ അനുഭവിച്ചു. ഹാലേലൂയ, ചിലതൊക്കെ നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പോയി. ആമേ, ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ഭാരവും പലപ്പോഴും ഭവനത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വന്നു. ദാരിദ്ര്യ ബുദ്ധിമുട്ടുകളാൽ ഞെരുക്കങ്ങളാൽ നിന്നകളാൽ ഞെരുങ്ങിയ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കണ്ണ് സിസ്റ്ററിനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. ഇന്നായിരിക്കുന്ന അവസ്ഥ നിന്ന് ഇത് പൂർണ്ണ വിടുതൽ പ്രാപിച്ച് പുറത്തു വരാൻ പോകുകയാണ്. പലപ്പോഴും പ്രാർത്ഥി ജയമെടുക്കുവാൻ കഴിയുന്നില്ല. ക്ഷീണങ്ങളൊക്കെ ചിലപ്പോൾ ശരീരത്തിലേക്ക് വരാറുണ്ട്. ആമേ, ഹാലിൽ കുഴിഞ്ഞു പോകുന്നത് പോലെ, വീഴ്ന്നു പോകുന്നത് പോലെ, ശരീരം താങ്ങുന്നത് പോലെ പോരാട്ടത്തിലെ പോരാട്ടങ്ങൾ ഇപ്പോൾ അരിയുന്നുണ്ട്. ഹാലേലൂയ, ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിച്ച് വാദിക്കുന്ന ചില കെട്ടുകളെ പൊട്ടിക്കുന്നു. ആമേ, അല്പം ഉപവസിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ക്ഷീണിപ്പിച്ച് ഒതുക്കുവാൻ പോരാടി നിൽക്കുന്ന പോരാട്ടങ്ങളെ ഇപ്പോൾ പൂർണ്ണമായി എടുത്തു മാറ്റുവാൻ ആത്മാവിന് പദ്ധതിയുണ്ട്. ആ ദേശാന്തര കെട്ടുകൾ അഴിക്കുവാൻ പോകുകയാണ്. ദേശത്തിൽ പതിയിരിക്കുന്ന പൂജാശക്തികൾ, മാന്ത്രിക ശക്തികൾ, ഹാലേലൂയ, ആ ദേശത്ത് നിന്ന് പോരാടി നിൽക്കുന്ന പതിയിരിപ്പ് ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തോ. ഹാലേലൂയ, ശരീരത്തിൽ പതിയിരിക്കുന്ന പോരാട്ടങ്ങൾ അഴിയുന്നു. വാഹനാപകടം വെല്ലുവിളിച്ച് ബാധിക്കുന്ന പോരാട്ടങ്ങളെ അഴിക്കുന്നു. വാഹനങ്ങൾ നോട്ടം വെക്കുന്ന പോരാട്ടങ്ങളെ അഴിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ദേശത്തിന്റെ നാനാഭാഗങ്ങൾ കടന്നു വരുന്ന അതിന്റെ ചുറ്റുകളിൽ പോരാടി നിൽക്കുന്ന ചില മന്ത്രവാദ വ്യാപാര ശക്തികളെ പൊട്ടിക്കുന്നു. പ്രാർത്ഥിച്ചോ. ദൈവം ഒരു പുതിയ ശക്തിയോടുകൂടി എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിലെ നീ പാർക്കുന്ന സ്ഥലത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകും. ഒരു മുഖച്ചായ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. നിന്റെ ഭവനത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകും. നോക്കിക്കോ, ദൈവം പറയുന്നു ഇനി ചില ഭൂമി സംബന്ധമായ ചില വിഷയങ്ങളുടെ മധ്യേ പരിഹാരം തരുവാൻ പോകുകയാണെന്നും ആത്മാവ് ദൂരം വിളിച്ചു പറയുകയാണ്. സ്വതന്ത്രം ഭൂമിക്ക് വേണ്ടി ആഗ്രഹിച്ച ഏതൊരു വിഷയം ആത്മാവിനെ വെളിപ്പെടുത്തുന്ന സിസ്റ്റർ എനിക്കറിയത്തില്ല. സ്വതന്ത്രമേ, വിശാലമായ മണ്ഡലം ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ്. സ്വതന്ത്രം ആഗ്രഹിച്ചോ കേട്ടോ. റോഡ് സൈഡിൽ തന്നെ അത് ലഭിക്കും. പ്രാർത്ഥിച്ചോ. അതിന്റെ കരാറുകൾ എഴുതേണ്ട സമയങ്ങളായി അതിന്റെ ഇടപാടുകൾ ചെയ്യാൻ പോകുകയാണ്. സ്വതന്ത്രം പ്രാർത്ഥിച്ചോ. ഹാലേലൂയ. ഈ ദിവസങ്ങളിൽ രണ്ടു തരം കെട്ടിടങ്ങൾ പോലെ ചില കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഏത് സ്ഥാനമാണെന്ന് എനിക്ക് അറിയത്തില്ല. പ്രാർത്ഥിച്ചോ. സ്വതന്ത്രം. ആമേൻ. മാറി മാറി കൂടാരം അടിച്ച് പാർക്കുന്നത് പോലെ, മാറി മാറി ശുശ്രൂഷകൾ ചെയ്യുന്നത് പോലെ നിലവാരങ്ങൾ ദൈവം ആക്കുവാൻ പോകുന്നു. അതേ ദിവസങ്ങൾ മൂടിക്കെട്ടിയ മറിഞ്ഞിരിക്കുന്ന ആ ദുഷ്ടവ്യാപാര ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിക്കുവാൻ പോകുകയാണ്. എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല കേട്ടോ. പ്രാർത്ഥിച്ചോ സിസ്റ്ററെ, പ്രാർത്ഥിച്ചോ. ഇതിലെ വിദേശ നന്മകൾ പോലെ, വിദേശ വരുമാനങ്ങൾ പോലെ അതേ ബിസിനസ്സിലേക്ക് വേണ്ടി സഹായിപ്പാൻ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാനും പോകുന്നുണ്ട്. നീ പലപ്പോഴും ഒരു ഭാവം വെളിപ്പെടുത്തുക. എന്റെ സൗഹൃദം പറഞ്ഞ് നിർത്താം. ഒരു ദിവസം ഇങ്ങനെ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട ഒരു മണ്ഡല ജീവിതത്തിൽ വന്നു. പ്രതീക്ഷിക്കാത്ത വിദേശ നന്മകൾ കയ്യിൽ വന്ന ഒരു കാഴ്ച അത് എന്നെ ആത്മാവിനെ വെളിപ്പെടുത്തുക. പ്രാർത്ഥിച്ചോ സിസ്റ്റർ. ഇനിയും ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും കേട്ടോ. അറിയപ്പെടാത്ത വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഈ സൂമിനെ വർദ്ധിപ്പിക്കുവാൻ പോകുകയാണ്. ഈ സൂമിനെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. നീ ചെയ്യുന്ന ഈ പ്രയത്നങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പോകുകയാണ്. സ്വതന്ത്രം. അതേ, പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങൾ തലയുടെ ഭാരത്തെ, തലയുടെ വേദനകളെ ഇപ്പോൾ പൂർണ്ണമായി എടുത്തു മാറ്റുകയാണ്. ശരീരത്തിൽ പോരാടി നിൽക്കുന്ന പോരാട്ടങ്ങളെ അടിക്കുകയാണ്. തലമുറക്ക് ലഭിക്കേണ്ട പേപ്പർപരമായ ചില വിഷയങ്ങളെ മധ്യേ ദൈവം അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. സ്വതന്ത്രം. ഈ ദിവസങ്ങൾ ലിസ്റ്റുകളിൽ പേരുകൾ വരാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചോ സിസ്റ്ററെ. ഈ ദിവസങ്ങളിൽ അവർ ഇന്റർവ്യൂ ടെസ്റ്റുകൾ നല്ലൊരു വിജയം അവർക്ക് കൈവരിക്കും കേട്ടോ. പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. ഹാലലിയ. ഞാൻ പൂർവ്വാക്യം എടുത്ത വചനം എടുത്തിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്.
നമുക്ക് ദൈവം ഒരു പുതിയ ഹൃദയം തരുവാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ ആത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും പറഞ്ഞത് എങ്ങനെയാ? ഒരു പുതിയ കൃപ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ അഭിഷേകം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. സ്ഥിരമായ ആത്മാവിനെ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു പുതിയ വിശ്വാസം, ഒരു പുതിയ പ്രത്യാശ, ഒരു പുതിയ പ്രാർത്ഥനാ ജീവിതം, ഒരു പുതിയ കൃപ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പുതിയ സൃഷ്ടി, ഹല്ലേലൂയ, ഒരു പുതിയ രാജത്വം, പുതിയൊരു അവകാശം നാം പ്രാപിക്കുവാനായിട്ട് പോകുകയാണ്. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. സ്വതന്ത്രം, ഇതുവരെ ദൈവത്തിന്റെ വചനങ്ങൾ ശക്തമായി വിളിച്ചു പറയുവാൻ ശക്തീകരിച്ചു. സ്വതന്ത്രം, പിന്നെ ദൈവത്തിന്റെ ശക്തി പകരനായി ദൈവകരങ്ങൾ കൊടുക്കാം. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ചില മൂഴകൾ മാറുന്നു, അത് ക്യാൻസറുകൾ മാറുന്നു. അതേ രഹസ്യം ഇന്ന് രോഗമുള്ള സ്ഥാനത്ത് കൈവച്ചിട്ട് പറ, ഇന്ന് രോഗബന്ധനം പഴിയുന്ന സമയമാ. ആ മൂടുപടങ്ങൾ ഇന്ന് ആ രോഗക്കെട്ടിൽ അഴിയുന്നു. ആരോഗ്യ രോഗികളായി ഇത് കടന്നു വന്നു. നീ രോഗം അതെ കൊണ്ടുപോയവരായി രോഗവും തിരിച്ചു കൊണ്ടുപോകുന്നതായിട്ടല്ല, ഇന്ന് വന്നതുപോലെയല്ല. നിന്റെ ശരീരത്തെ ചില കെട്ടുകൾ പൊട്ടിക്കുന്നത് ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. കേട്ടോ, പ്രാർത്ഥിച്ചോ. അത് രഹസ്യ ദീപർക്കല വൈകിട്ട് ഇന്ന് പകൽക്കാലം ചില നെഞ്ചിന്റെ അസ്വസ്ഥതകൾ ഇന്ന് പകൽക്കാലം അഴിയുന്നു. ഹല്ലേലൂയ. ഹാർട്ട് കംപ്ലൈന്റുകൾ മാറിപ്പോകുന്നു, ആ ക്യാൻസറിന്റെ മുടകൾ മാറിപ്പോകുന്നു, കിഡ്നി കംപ്ലൈന്റുകൾ മാറിപ്പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം യൂട്രസിനെ വെല്ലുവിളിച്ച് ബാധിക്കുന്ന, ഓവറിക്കെതിരെ വെല്ലുവിളിച്ച് ബാധിക്കുന്ന ചില കെട്ടുകൾ ശരീരം വിട്ട് മാറുന്നു. എല്ലാവരും ഒന്ന് കൈവച്ചാടെ ശരീരത്തിൽ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കേട്ട് നിർത്താന്ന് വിചാരിച്ചാണ്, പക്ഷെ പിന്നെയും ഈ ഭാഗം എന്നെ വെളിപ്പെടുത്തത് ഞാൻ പിന്നെയും പറഞ്ഞത്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും കൈവച്ചാട്ടെ. ആരും രോഗികളായി അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടവരല്ല. സ്വതം രോഗസൗഖ്യമുള്ളവരായി കടന്നു പോകണം. സ്വതം ഇന്ന് പകൽക്കാല ശരീരങ്ങളെ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ആ രോഗമുള്ള സ്ഥാനത്ത് കൈവച്ചാട്ടെ. ദൈവശക്തിയാൽ വിശ്വാസത്തോട് പറ, ഇന്ന് പകൽക്കാലം നീക്ക് വിടുതലാസ്വതം. നിന്റെ ഓപ്പറേഷൻ മാറിപ്പോകുന്നു. സ്വതം, നീ ഗുളിക കഴിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകുന്നു. സ്വതം, ആസവോത്ത അവസ്ഥകൾ, ശ്വാസമുട്ടലുകൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ശ്വാസക്കുഴലുകളെ നോക്കി വെല്ലുവിളിക്കുന്ന ചില കെട്ടുകളെ പൊട്ടിക്കുന്നു. സർജറിക്ക് വിധേയമായ ചില കേസുകൾ ഇന്ന് മാറിപ്പോകുന്നു. സ്വതം, ഈ ദിവസങ്ങളിൽ കൈകാലുകളെ ബന്ധിക്കുന്ന പോരാട്ടങ്ങൾ, ഹല്ലേലൂയ, അരക്കിതാരിയായി ബന്ധിക്കുന്ന പോരാട്ടങ്ങൾ, സ്വതം, നടുവിന്റെ ചില പോരാട്ടങ്ങൾ, നടുവിന്റെ ഡിസ്ക് കംപ്ലൈന്റുകൾ, മൈഗ്രേഷൻ പോലുള്ള പോരാട്ടങ്ങൾ ഇപ്പോൾ അരികയാണ്. കേസുപരമായ ചില കുരുക്കുകൾ ഇപ്പോൾ അരികയാണ്. കോടതി കേസുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. പ്രാർത്ഥിച്ചോ. ദൈവം ചില സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ പോകുകയാണ്. പോലീസ് കേസുകൾ ചില വ്യക്തികൾക്ക് ആത്മാവിനെ വെളിപ്പെടുത്തുകയാ, അതൊന്ന് മാറിപ്പോകുന്നു. കേട്ടോ, ആമേൻ, ആമേൻ. ലോണപരമായ ചില വിഷയങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന രേഖകൾ ഓപ്പണായി വരാൻ പോകുകയാണ്. സ്വന്തം ചില വിദേശ രാജ്യങ്ങളിൽ ഓപ്പൺ ഡോറുകൾ തുറക്കുവാൻ പോകുകയാണ്. അതേ രഹസ്യ അധികാരികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു. നിനക്ക് വേണ്ടി ചില ഓപ്പൺ ഡോറുകൾ അതേ തുറക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഓപ്പൺ മണ്ഡലങ്ങൾ, ഓപ്പൺ ജോലികൾ, ഓപ്പൺ, ഹല്ലേലൂയ, വിദേശ നന്മകൾ, വിദേശ യാത്രകൾ ഇതാ ദൈവം ചെയ്യുവാൻ പോകുന്നു. കേട്ടോ, വരുന്ന 3 മാസത്തിനകത്ത് വെച്ചൊരു വിദേശ യാത്ര ഒരു വ്യക്തിക്ക് കാണിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോണം. കേട്ടോ, ആർക്കും അറിയത്തിന്റെ സമയത്ത് പറയുന്നില്ല. 3 മാസത്തിനകം ഒരു വിദേശ യാത്ര എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചോണം. അത് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ യാത്ര മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ രേഖ ഓപ്പൺ ആയില്ലെങ്കിൽ, ആത്മാവ് പറയുന്നു ആ രേഖ ഓപ്പൺ ആയി പോകുന്നുണ്ട്. സ്വതം, അതിനുവേണ്ടി വഴി തുറക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഇതിനുവേണ്ടി എന്നെ ക്ഷമിച്ച വീണ ആജയസത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നത്. ലാസ്യയെ സൂം മീറ്റിങ്ങിനെ അവരുടെ കുടുംബമായി അവർ പൈതകളെല്ലാം അനുഗ്രഹിക്കുന്നത്. കർത്താവ് മേൽക്കുമേൽ വർദ്ധിപ്പിക്കേണ്ടത് പറയുന്നു. പിന്നെ എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ശുശ്രൂഷകൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അയക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസിച്ചോട് നിൽക്കുവാൻ നാളുകൾ കർത്താവ് ഒരുക്കെണ്ണായി പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ, ഹല്ലേലൂയ, ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കുവാൻ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പച്ചന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ, ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നല്ലോ. അപ്പൊ നിന്റെ മക്കളോട് ആലോചന വെളിപ്പെടുത്താൻ സഹായിച്ചല്ലോ. രോഗങ്ങൾ അടിഞ്ഞല്ലോ, സൗഖ്യമുണ്ടായല്ലോ, വിടുതൽ പ്രാപിച്ചല്ലോ. കർത്താവേ, ഇന്ന് കേട്ടതൊക്കെ അപ്പൊ അനേക വ്യക്തികൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഒരു വ്യക്തിയെങ്കിലും മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ കർത്താവിടെയാക്കനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യേശുനാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.